നമുക്ക് ആമുഖമായി ഒരു വേദഭാഗം വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വചനങ്ങൾ. മതി. ഈ വചനമൊക്കെ നമുക്ക് ഈ ദിനങ്ങളിൽ പരിശോധിക്കണം. ഞാനൊരു മുഖവുര പറയേണ്ടതുണ്ട്, ഒരാമുഖം. ശ്രദ്ധയോടിരിക്കുകയും എഴുതുകയും വേണം. മാത്രമല്ല, ഈ ബൈബിൾ വായിക്കുന്നവർക്കൊരു മൈക്രോഫോൺ കൊടുത്താൽ അത് പൊതുപ്രയോജനത്തിന് ഉതകുന്നതാണ്. ലൈവ് ഉണ്ടല്ലോ അല്ലേ? ലൈവ് ഉണ്ട്. ഈ ലൈവ് ഉള്ളപ്പോഴുള്ള പ്രസംഗവും അതില്ലാത്തപ്പോഴുള്ള പ്രസംഗവും രണ്ട് തരത്തിൽ. അതിനാണ്. കാരണം അത്യാവശ്യം പ്രശ്നങ്ങൾ നമുക്കിപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ആധികാരികത എന്നിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു വസ്തുത പറഞ്ഞുകൊണ്ട് ഞാൻ വരാം. നമ്മുടെ ലോകത്തിലേക്ക് അനവധി മഹാരഥന്മാർ വന്നിട്ടുണ്ട്, സമൂഹം ആദരിച്ച ആളുകൾ. കൺഫ്യൂഷ്യസ്, സോക്രട്ടസ് ഒക്കെ മുതൽ തുടങ്ങാം. സോക്രട്ടസ്, പിന്നെ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, അല്ലേ? ഇവർ പലരുടെയും ജീവിതം നമുക്ക് വലിയ പിടിയില്ല, എങ്കിലും അവർ നല്ല മനുഷ്യരായിരുന്നു. ആ നിരയെ നമ്മൾ ഇങ്ങോട്ടെടുത്താൽ ഗാന്ധിജി വരെയുള്ള മഹാരഥന്മാർ, നമ്മുടെ കൂടി നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ശ്രീനാരായണ ഗുരു, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ട്. അവരൊക്കെ ഒരു കാലത്തിൻ്റെ സൃഷ്ടികളാണ്, കാലത്തിൻ്റെ അനിവാര്യതകളാണ്. അവരിലൂടെയാണ് ലോകം ഇന്ന് കാണുന്ന നിലയിലെത്തിയത്. പക്ഷേ അവർ പ്രവർത്തിച്ചൊരു കാലത്തുനിന്ന് വിഭിന്നമാണ് യേശുവിൻ്റെ കാലം. ഇവർക്കാരുടെയൊക്കെയോ പിന്തുണകൾ കിട്ടി. സമൂഹം അവരെ നന്നായി കൈക്കൊണ്ടു. ഉദാഹരണം ഗാന്ധിജി. ആക്ച്വലി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു ദേശീയ ബോധമുള്ളതാകുന്നത് ഗാന്ധിജി വരുമ്പോഴാണ്. പക്ഷെ അതിനൊരു അടിത്തറ ബ്രിട്ടീഷുകാർ തന്നെ അറിയാതെ ഉണ്ടാക്കിയിരുന്നു. എന്താണെന്നത് അറിയണ്ടേ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഭരണം 57 അവസാനിപ്പിച്ചു. 1858 അവസാനിപ്പിച്ചു. പിന്നെ ഈ ഭരണം നേരെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ പക്കലാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് അധികാരമെടുക്കുമ്പോൾ അവർ ചില ഭരണ പരിഷ്കാരങ്ങൾ നിർവഹിച്ചു. അത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. മിൻറ്റോ മോർലി എന്നും മൊണ്ടേഗു ചെംസ്ഫോർഡ്, ഇതൊക്കെ പറയാൻ പോലും അന്ന് ഭാരപ്പെട്ടൊരു പേരുകളല്ലേ. 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം, 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ഇതൊക്കെ കൊണ്ട് ചില ഗുണങ്ങളുണ്ടായി. അതിനു മുമ്പ് തന്നെ ഒരു പ്രയോജനം അവരുണ്ടാക്കിയത്, ഈ ഭരണം കമ്പനിയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഭരണം നടത്താനൊരു നിയമം എഴുതിയുണ്ടാക്കി. ഭരണഘടനയല്ല, ശിക്ഷാ നിയമം എഴുതിയുണ്ടാക്കി. അങ്ങനെ ഇന്ന് വരെ നമ്മളെ ശിക്ഷിക്കുന്നത് 1860 മെക്കോളെ പ്രഭുവിൻ്റെ കാലത്ത് എഴുതിയ ഇന്ത്യൻ പീനൽ കോഡ് വെച്ചാണ്. എൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റിയെന്നുള്ളൂ, ചെറിയ കൂട്ടിച്ചേർക്കലുമൊക്കെ വന്നു. ഇപ്പോഴും നമ്മളെ പോലീസ് തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്യുന്നതും അകത്തിടുന്നതും ജാമ്യം തരുന്നതും തൂക്കിക്കൊല്ലുന്നതും തൂക്കിക്കൊല്ലരുതെന്ന് പറയുന്നതും ഒക്കെ അന്ന് എഴുതിയ സായിപ്പ് എഴുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യക്കാരൻ അതിലൊരു പങ്കുമില്ല. നമ്മളത് കുറേ ഭേദഗതി വരുത്തി എന്നുള്ളതേ ഉള്ളൂ, കുറേ കൂട്ടിച്ചേർത്തു. അതിൻ്റെ പേരും മാറ്റി BNS എന്നാക്കി. BNSS, ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ഇന്ത്യൻ പീനൽ കോഡും എല്ലാ കാലത്തെ 1860 മുതലാണ് ഇതുണ്ടാകുന്നത്. 1909 എത്തുമ്പോഴേക്ക് ഇന്ത്യ എങ്ങനെ ഭരിക്കണം, അതിന് നമ്മളെ കൂടി പങ്കാളികളാക്കി, ഇന്ത്യക്കാരെ കൂടെ ചേർത്തു. ഇവിടെ നിന്നൊക്കെ പ്രതിനിധികളെ വച്ചു നിയമം ഉണ്ടാക്കാൻ. MLA മാരെ പോലെ MP മാരെ പോലെ ഇന്ത്യക്കാർക്കും കിട്ടി പ്രാതിനിധ്യം.
അടുത്ത ഘട്ടം സിവിൽ സർവീസ് സജ്ജീകരിച്ചുകൊണ്ട് അന്ന് ഇന്ത്യൻ സിവിൽ സർവീസ് ICS ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ IAS താഴെ തലം വരെ വില്ലേജ് ഓഫീസറെ വരെ നിയമിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് സംവിധാനം ഉണ്ടാക്കി. അപ്പം നിയമം ഉണ്ടാക്കി, അതിനെ നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥരെ സജ്ജീകരിച്ചു, ഭരണഘടന ഉണ്ടാക്കി, പീനൽ കോഡ് ഉണ്ടാക്കി, നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിക്കാൻ, നികുതി പിരിവുകൾക്കൊക്കെ സിസ്റ്റമാറ്റിക്കായ സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി. ആ കൂടെ അവർക്ക് തന്നെ ഒരു ദ്രോഹം ചെയ്തു. 3 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ മാതൃകയിൽ ഇവിടെ ഉണ്ടാക്കി. ഇപ്പോഴും ഉണ്ടത്, അതിന്നുണ്ട്. ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളവിടെ സംസാരിക്കുന്നു? ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ മാതൃക ഇവിടെ ഉണ്ട്, നിൻ്റെ ഭേദഗതി എടുക്കണില്ല. അപ്പോൾ ആ 3 കോളേജ് ഇപ്പോഴുണ്ട്. കൊൽക്കത്തയിലെ പ്രസിഡൻസി കോളേജ്, മുംബൈയിലെ പ്രസിഡൻസി കോളേജ്, നമ്മുടെ തമിഴ്നാട്ടിൽ മദ്രാസിലെ പ്രസിഡൻസി കോളേജ് ഇപ്പോഴും ഉണ്ട്. വലിയ സ്ഥാപനങ്ങളാണ്. അഡ്മിഷൻ കിട്ടാനൊക്കെ ഇപ്പോഴും പാടാ, അവരുണ്ടാക്കിയതാണ്. ഇവിടെയൊക്കെ പഠിച്ച് വക്കീലന്മാരും ഒക്കെ പുറത്തിറങ്ങിയതോടെ അവർക്ക് ദേശീയ ബോധം രൂപപ്പെട്ടു. ആ ദേശീയ ബോധം എങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയാതിരിക്കെ ഈ വിദ്യാഭ്യാസം വരുമ്പോൾ അടിക്കാനും തല്ലാനും ഒക്കെ ഉള്ള ബോധം അങ്ങ് മാറും, വിപ്ലവ ബോധം മാറും. അതൊരു സത്യം. അങ്ങനെയാ. അപ്പോൾ ഇവർ പഠിച്ചു. ആ പഠിച്ചവരുടെ സമരവീര്യം ഒന്ന് ക്രോഡീകരിക്കാൻ ഒരവസരം, അല്ലെ ഒരു ലീഡർഷിപ്പ് ഇല്ലാതിരിക്കുകയാണ് ഗാന്ധിജി വരുന്നത്. ഗാന്ധിയാകെ 30 കൊല്ലമേ പ്രവർത്തിച്ചുള്ളൂ. ആ 30 കൊല്ലം പ്രവർത്തിക്കുമ്പോൾ 1917 ഇന്നത്തെ ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത് കിടക്കുന്നൊരു കോൺഗ്രസ് ഉണ്ട്. ചമ്പാരൻ കോൺഗ്രസ് എന്നാണ് അതിൻ്റെ പേര്, സമ്മേളനം. അവിടെ വെച്ച് കർഷകരുടെ ഉൽപ്പന്നത്തിന് വില വേണം. ആ ഒറ്റ വാക്കും പിന്നെ നടന്ന ഉപ്പു സത്യാഗ്രഹമെല്ലാം എല്ലാവരെയും ബാധിക്കുന്നതായതുകൊണ്ട് ഇന്ത്യക്കാർ ഉണർന്നു. അല്ലാതെ ഇവിടെ സമരം ആയുധമെടുത്തായിരുന്നില്ല. ഇങ്ങനെ ഏകീകരിക്കാൻ ഒരാളുണ്ടായി. അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ. ഞാൻ പല കാര്യങ്ങളിൽ ഗാന്ധിജിയെ ആധ്യാത്മിക വിഷയങ്ങളിൽ എതിർക്കുന്ന ഒരാൾ തന്നെയാണ്. ദേശീയമായ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഉയർത്തിയ ആ കൊളോണിയൽ വിരുദ്ധ ബോധം ഇന്ത്യയെ മുഴുവൻ മാറ്റി. പക്ഷെ ഞാനിവിടെ ക്രിസ്തുവിനെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യമാണ്. കർത്താവ് ശ്രദ്ധേയനായതൊരു സമരത്തിലൂടെയല്ല, ഒരു പ്രസ്താവനയിലൂടെയല്ല, ഒരു യുദ്ധത്തിലൂടെയല്ല, ഒരു സാഹിത്യകൃതി രചിച്ചതിൻ്റെ പേരിലല്ല. ഇതിനൊന്നും സാഹചര്യമില്ലാതിരിക്കെ യേശു എന്നൊരാൾ ജീവിച്ചിരുന്ന ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത ഒരു ചെറിയ ഏറിയാണ്. കേരളത്തിൻ്റെ വലിപ്പമില്ല. ഇസ്രയേൽ എന്ന യഥാർത്ഥത്തിൽ പറയേണ്ടതും റോമക്കാർ വന്നതോടെ അവിടെ പാർത്തിരുന്ന യഹൂദനെ ആക്ഷേപിക്കാൻ അവരുടെ ശത്രുക്കളുടെ പേരിട്ട് വിളിച്ചതുമായ ഒരു സ്ഥലമാണ് പാലസ്തീൻ. ആ പേരിൻ്റെ ആവശ്യം തന്നെ ഇല്ല. അത് ചരിത്രവിരുദ്ധമാണ്. ആ പേര് വസ്തുതാവിരുദ്ധമാണ്. ദ ലാൻഡ് ഓഫ് ഫിലിസ്തീൻസ് എന്നർത്ഥത്തിൽ പാലസ്തീൻ എന്ന് പേരിട്ട് വിളിച്ച 120 മൈൽ ചുറ്റളവുള്ള മിഡിൽ ഈസ്റ്റിലെ ശ്രദ്ധേയമായ, ഇന്നാണത് ശ്രദ്ധേയമാകുന്നത്. അത് യേശു വന്നതുകൊണ്ടാണ് ആ കുഗ്രാമങ്ങളൊക്കെ പ്രസിദ്ധമാകുന്നത്. ആ സ്ഥലത്ത് കുറുമ്പ്രാവിനെ യാഗമർപ്പിക്കേണ്ടുന്ന വിധത്തിൽ കാളയും പശുക്കിടാങ്ങളെയും ആടുകളെയും ഒക്കെ യാഗം കഴിക്കുന്ന സമ്പന്ന പശ്ചാത്തലമില്ലാത്ത ഒരു കുടുംബം, അവിടെ ജനിച്ചു വളർത്തപ്പെട്ടവൻ, പ്രസംഗിക്കാൻ ഉപയോഗിച്ച ഭാഷ പ്രാദേശിക ഇടങ്ങളിൽ ജൂതന്മാർ പരസ്പരം പറയുന്ന അരാമിക്, ആ ഭാഷയിൽ കേവലം 3.5 കൊല്ലത്തെ പ്രസംഗം. മഹാത്മജിക്ക് 30 വർഷം കിട്ടിയപ്പോൾ കർത്താവിന് കിട്ടിയത് 3.5 കൊല്ലം. പ്രസംഗത്തിൻ്റെ കണക്കെടുത്താൽ തീരെ കുറവ്. തെറ്റിദ്ധരിക്കൽ. അതിലൊക്കെ കൂടുതൽ ഞങ്ങളൊക്കെ പ്രസംഗിച്ചു. വിശേഷം എന്തുണ്ടായിന്ന് വേറൊരു ചോദ്യം, അത് ചോദിക്കേണ്ട. 3.5 കൊല്ലം മാത്രമല്ല, ഈ സ്ഥലം വിട്ട് പുറത്തു പോയേ ഇല്ല. കണ്ടോ, വിദേശയാത്രയൊന്നും ചെയ്തിട്ടില്ല.
അതാണ് ഈ അല്പവിദേശയാത്ര ചെയ്ത എന്നെപ്പോലുള്ളവരൊരു സ്ഥലത്ത് വന്നിട്ട് പറയും, ഞാൻ ടെക്സാസിലായിരുന്നപ്പോൾ ഞാൻ ഡാളസിലായിരുന്നു, ടെക്സാസിലായിരുന്നു എന്നൊക്കെയുള്ള ശരി, അവിടെ ചെന്നതെങ്ങനെ, അവിടുന്ന് വന്നതെങ്ങനെയാന്നൊക്കെ നമുക്കറിയാം അല്ലേ. നമ്മളിങ്ങനെയൊക്കെ ആണെങ്കിൽ കർത്താവ് വിദേശയാത്ര നടത്തിയില്ല. ഇന്നത്തെ പ്രൊഫൈലൊന്നുള്ള ആളല്ല, ഫോളോവേഴ്സ് ഇല്ല. അതാ രസം. ലൈക്കടിച്ച് പോകുന്നവരുണ്ട്, ഫോളോവേഴ്സ് ഇല്ല. കൊള്ളാം, അത്ഭുതം കൊള്ളാം, അടയാളം കൊള്ളാം, വീര്യപ്രവൃത്തി കൊള്ളാം, ഇന്നും അതാണ് കൊള്ളാം. പക്ഷെ കിട്ടിയത് 12 പേരെ. അതും കൊള്ളാവുന്ന 12 പേരാണോ? ഒരു കാര്യത്തിന് കൊള്ളിക്കാവുന്ന 12 പേരാണോ? അറിവുണ്ടോ? പ്രാപ്തിയുണ്ടോ? സമ്പത്തുണ്ടോ? ഒന്നുമില്ല. നീ ഇങ്ങനെ കുറെ പേരൊക്കെ വന്നപ്പോൾ കൂടെ നിർത്തിയോ? അതുമില്ല. നല്ല കഴിവുള്ളവർ വന്ന അഡ്വക്കേറ്റ്സൊക്കെ വന്നാണ്. നിക്കോദിമോസ് ന്യായപ്രമാണ പണ്ഡിതൻ, അദ്ദേഹം വന്നിട്ട് എടുത്തില്ല, ക്ലാസ്സിൽ ഇരിക്കാൻ സമ്മതിച്ചില്ല. കാരണം വീണ്ടും ജനിച്ചില്ല. നമുക്കിന്ന് വീണ്ടും ജനിച്ചോ എന്നൊരു വിഷയമൊന്നുമല്ല, തൽക്കാലം ക്ലാസ്സിൽ ഇരിക്കും. അപ്പോൾ അതൊക്കെ ജനിച്ചോളൂ എന്നാണ് പറയുന്നല്ലേ. ഇങ്ങനെയൊക്കെ അല്ലേ ജനിക്കുന്നല്ലേ, അവസരം പോലെ ജനിച്ചോളൂ, നമ്മളായിട്ട് തടയരുത്. നമ്മൾ വല്ലാത്ത ലിബറലാ, കർത്താവ് എടുത്തേ ഇല്ല. ഈ നിക്കോദിമോസിനെ അങ്ങോട്ട് പുറത്താക്കുമ്പോഴാണ് പത്രോസിന് അയാളുടെ വില മനസ്സിലായത്. ഒരു കഴിവില്ലാത്ത എന്നെ പിടിച്ചിവിടെ ആക്കിയിട്ട് ഇത്രയും കഴിവുള്ളവനെ ബൈ പറഞ്ഞ് മാറ്റുന്ന, അത് കട്ടിപ്പദം കൊണ്ട് ഇത്രയും വിമർശിച്ചൊഴിവാക്കുന്ന ഗുരുവിൻ്റെ കാരുണ്യം, ആ കാരുണ്യത്തിൽ, ആ കൃപയിൽ അടിസ്ഥാനപ്പെട്ടതാണ് സുവിശേഷം. അതിൻ്റെ ആനുകൂല്യം പറ്റിയ ഞാനിവിടെ നിൽക്കുന്നത്, നിങ്ങളിവിടെ ഇരിക്കുന്നത്. നമ്മളായതല്ല, പത്രോസിനോട് യേശു കാട്ടിയ കാരുണ്യത്തിൻ്റെ മറ്റൊരളവാ. അത് കൂടിപ്പോയോന്നാണ് നമുക്ക് തോന്നുന്നത്. അത് കൂടിയിട്ടേ ഉള്ളൂ, അത് കൂടത്തേ ഉള്ളൂ. ഉപയോഗിക്കും തോറും വീര്യം വർദ്ധിക്കുന്ന ദൈവകാരുണ്യമാണ് അവിടുത്തെ കൃപ. ഒരിക്കലും അതിന് മടുപ്പില്ല. അധർമ്മം പെരുകുമ്പോൾ നമ്മുടെ സ്നേഹം തണുക്കും, പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് തണുപ്പില്ല. അത് വീര്യമുറ്റതാണ്. ആ സ്നേഹത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ ശക്തി കൊണ്ടാണ് നാം ഇന്ന് അവനെ ആരാധിക്കാനും സ്നേഹിക്കാനും ഒക്കെ അടുത്തു വരുന്നതും. വേണ്ടി വന്നാൽ മരിക്കേണ്ടി വന്നാലും ആ ആത്യന്തിക സത്യത്തിന് വേണ്ടി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ സ്നേഹം, അവിടുത്തെ ഉദാത്തമായ കൃപ. പക്ഷെ ഒന്ന് പറഞ്ഞ് ഞാൻ ആ മുഖവുര വിടാം. പ്രിയരേ, 1000-ൽ-പരം വർഷങ്ങൾ, 1000-ൽ-പരം ദിവസങ്ങൾ മാത്രം പ്രസംഗിച്ച് 33.5 കൊല്ലം ജീവിച്ച് ചെറിയ ഒരു സമൂഹത്തെ 12 പേരെ, 70 പേരെ കിട്ടി. അതിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവരുമായി സംവദിച്ച് അവരെ മഹത്തരമായൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ഇവിടം വിട്ട് യേശു പിരിയുന്ന ആ സന്ദർഭം ഞാൻ ഓർക്കും. വലിയൊരു വിഷയം അത്. എന്താണെന്നോ, ഒരു അണ്വായുധ റിയാക്ടർ ഓപ്പറേറ്റ് ചെയ്യണം. ആ മെയിൻ സയൻറ്റിസ്റ്റ് ഉണ്ട്. ഇത്തരം ആളുകൾക്കൊരു പ്രത്യേകത ഉണ്ട്, പ്രധാനപ്പെട്ട ട്രിക്കൊന്നും പെട്ടെന്ന് ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ഒരു തൊഴിലും അങ്ങനെ ചെയ്യില്ല, ചെയ്യാൻ പാടില്ല താനും അല്ലേ. നമുക്കല്ല ഇന്ന് ഇൻഡയറക്റ്റ് വേയിൽ ജയിക്കണം. നിങ്ങൾക്ക് യൂത്ത് ക്യാമ്പ് വരുന്നുണ്ട്, CM, അന്നേരത്തേക്കൊരു പ്രസംഗം വേണം. അന്നേരത്തേക്ക് പ്രസംഗം പഠിക്കുന്നതിന് ജയിക്കാൻ പറ്റില്ല. അതിലും നല്ല ആൾ അവിടെ ഉണ്ട്, മറ്റ് സെൻറ്ററിലുണ്ട്. കാരണം എന്താ, അയാൾ പണ്ടേ ഇത് ജീവിതത്തിൻ്റെ ശീലമാണ്, അങ്ങനെ പഠിച്ചു വന്നവനുണ്ട്. നമുക്ക് വേണ്ടത് പെട്ടെന്നൊരു കാര്യം നടക്കണം. ഈ റിയാക്ടറൊക്കെ ഓപ്പറേറ്റ് ചെയ്യണം. ഇതെല്ലാം ചെയ്യാൻ നിശ്ചയിച്ചുറപ്പിച്ച മനുഷ്യനെ എതിരാളികൾ കൊന്നാൽ ഈ ഇരിക്കുന്ന സംഗതി തന്നെ അപകടകരമാണ്. ശരിയാണോ? അതല്ലേ ഇറാനിലുമൊക്കെ പറ്റിയേ. ഇസ്രയേലിന് നേരെ ചെന്നിട്ട് ഇറാനൊക്കെ സംഗതിയുണ്ട്, പക്ഷേ പ്രവർത്തിപ്പിക്കാൻ ഉള്ളവൻ്റെ തല മറ്റൊരോന്ന് എടുത്തുകൊണ്ട് പോയി. അവർ പോലും പറഞ്ഞില്ല ഇത് എടുത്ത വിവരം അല്ലേ. അതാ വായിക്കേണ്ട കാര്യം, അതാ പത്രങ്ങളിലൊക്കെ. ഇതിലും വലിയ ഒന്നാണ് നമുക്ക് പറ്റിയത്. നമ്മുടെ കർത്താവിനെ ക്രൂശിക്കുന്ന സമയത്ത് കർത്താവിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരാൾ കൂടെ ഇല്ല. പത്രോസ് എവിടെ കിടക്കുന്നു? യോഹന്നാൻ്റെ അവസ്ഥ എന്ത്? അന്ത്രയോസ് എന്ത്? ക്യാഷും ഇല്ല, ട്രഷറും ഇല്ല. നമുക്കിപ്പോൾ നല്ല ട്രഷറൊക്കെ ഉണ്ട്, അതാ ഒരു ആശ്വാസം. വന്നപ്പോഴേ ഞാൻ ചോദിച്ചു, ട്രഷർ വന്നപ്പോൾ എനിക്കും ഭയങ്കര ആശ്വാസം. കാരണം ഈ ട്രഷർമാർ അങ്ങനെ പരിചയപ്പെടുകയില്ല, അവർ മാറി മാറി നിൽക്കും അല്ലേ. വലിയ സന്തോഷം. എന്നാൽ കർത്താവിൻ്റെ സ്ഥിതി അതല്ല. ട്രഷറില്ല, ക്യാഷില്ല, പിന്നെ
ഇതൊന്ന് ധൈര്യമുള്ള ഒരാളും കൂടെ ഇല്ല. ഇതാ സ്ഥിതി. അതൊക്കെ ഓർത്തായിരിക്കും പത്രോസ് ആദ്യം പറയുന്നത്, നിനക്കത് ഭവിക്കരുത്, പോവല്ല്. ഇത് അസമയത്തെ ഏർപ്പാടാണ്, പോകരുത്. ചില പാസ്റ്റേഴ്സ് സ്ഥലം മാറുന്നത് ചില സഭകൾക്ക് ദോഷം ചെയ്യും. കാരണം അദ്ദേഹം സൃഷ്ടിച്ചു വെച്ച ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം അതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയല്ലേ വലിയ പാടാണ്. ചില ആൾ ചെല്ലുമ്പോഴേ ഈ സിസ്റ്റം അങ്ങ് തീർത്തിട്ട് പറയും, ഞാൻ അതുപോലൊന്നും അല്ല. ശ്രമിക്കണം, നമ്മൾ ദേവസ്വന്മാരുള്ളതുകൊണ്ട് ഞാൻ ചില സമീപനങ്ങൾ പഠിച്ചു. ഈ ബിൽഡിങ് പണിയുന്ന ആളുകൾ വന്നിട്ട് ഈ ഭിത്തി കെട്ടുന്ന ആൾ വേറെയാന്ന് കൂട്ടിക്കോ, തറ പണിത ആൾ. ഈ ഭിത്തി കെട്ടുന്ന ആൾ വന്നിട്ട് ആദ്യം മേശൻ നമ്മളോട് ചോദിക്കുന്നത്, ആരായി തറ കെട്ടി? നമ്മൾ പറയാതെ ഇന്നടുത്തെ ഇന്ന ആളാ കെട്ടിയത്. ഗുണമില്ല ദോഷമില്ല. അതിൻ്റെ അർത്ഥം ഇത് ശരിയായില്ലെന്നാ എന്ന് വെച്ചാൽ അർത്ഥം പുള്ളി ഇതിൻ്റെ ഭിത്തി കെട്ടും. ഭിത്തി കെട്ടി മോളിൽ ചൊല്ലുമ്പോൾ ഈ തേപ്പുകാരൻ വന്നിട്ട് ചോദിക്കും, ആരായി ഭിത്തി കെട്ടിയേ? അതിനാളാ. പുള്ളി കുറേ നേരം കളന്നേച്ച് പറയും, ഒന്നും പറയണ്ട, കാരണം ഭിത്തി കുത്തില്ല. ഇവൻ തേച്ചിട്ട് പോകുന്നതിൻ്റെ പുറകെ പൊട്ടിയിടുന്നവൻ വന്നിട്ട് ചോദിക്കും, ആരാ തേച്ചേ? ഇവനിതറിയേണ്ട കാര്യമുണ്ടോ? വിളിച്ച പണി ഇതാ പോരെ കണ്ടിട്ട്. ഇതിൻ്റെ അർത്ഥം ഏതൊരാളും പിടിച്ചു നിൽക്കുന്നത് പിന്നാലെ വന്ന ഒരുത്തൻ്റെ തലയ്ക്കൊരു കൊട്ട് കൊടുത്തേച്ചാ. ഞാനിവിടെ ഇപ്പോൾ ചാർജ് എടുത്താൽ പറയും, ഞാൻ മുമ്പിരുന്ന പാസ്റ്റർമാരെ പോലൊന്നുമല്ല, എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്, എനിക്ക് കുറേ പോളിസിയുണ്ട്. അപ്പോൾ ആ പാസ്റ്റർ ഞാൻ വല്ലതും പറഞ്ഞോ, ഫിന്നി പാസ്റ്റർ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പരോക്ഷമായൊരു 5-6 അടി. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ യേശു അങ്ങോട്ട് പിരിയാ, പോല്. കർത്താവ് പോലെന്ന് പറഞ്ഞ പത്രോസിൻ്റെ നല്ല ബുദ്ധിയാണ്, നല്ല ഐഡിയയാണ്. അതും പത്രോസിൻ്റെ ധൈര്യം കണ്ടോ. യേശുവിനെ പുറത്ത് വിളിച്ചുകൊണ്ട് പോയി അവിടെ വെച്ച് ശാസിച്ചു. ഇച്ചിരി മാന്യതയൊക്കെ ഉണ്ടല്ലേ, ആ പബ്ലിക്കിലിട്ടാലും ശാസിച്ചില്ലല്ലോ. നമ്മളിൽ പലരും അങ്ങനെ അല്ലേ, ചുമ്മാ അവിടെ ഇട്ട് ശാസിക്കും. ഇയാളെ ആ പ്രത്യേകം നോക്കണേ, ഗുരുവിനെ ആ ശിഷ്യം പുറത്ത് കൊണ്ടുപോയിട്ട് ശാസിച്ചിട്ടുണ്ട്. കർത്താവല്ലേ സഹിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞു, എൻ്റെ നാഴിക വന്നിരിക്കുന്നു. ക്രൂശിക്കപ്പെട്ടു. ഈ ക്രൂശിക്കപ്പെടുമ്പോൾ ആളുകളുടെ ധാരണ ഇവിടം കൊണ്ട് തീർന്നു. ആരും ചിന്തിച്ചു? ചിലപ്പോഴൊക്കെ നമുക്കും നമ്മുടെ ജീവിതത്തെപ്പറ്റി ഇതേ തോന്നൽ വന്നിട്ടില്ലേ? തീർന്നു, ഇനി ഒരടി വയ്യ. ചില പരാജയങ്ങൾ നമ്മളെ അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കും. ഇനി മുമ്പോട്ടില്ല, പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചു. പക്ഷെ ഭക്തനൊരു മാതൃകയാണ് കർത്താവിൻ്റെ മരണം. ലോകം എഴുതി അടിവരയിട്ട് ഇടത്തു നിന്ന നമ്മുടെ ആരംഭം. അതാ വീണ്ടും നമ്മുടെ ധൈര്യം വർദ്ധിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം പ്രതികൂലങ്ങളും പ്രതിസന്ധികളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കർത്താവ് കാട്ടിത്തന്ന മാതൃക എന്താ? മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഇടത്തു നിന്ന് ഒരു പുത്തൻ അധ്യായം. 50 ദിവസം കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ രൂപവും ഭാവമൊക്കെ മാറി. പിന്നെ ഒരിക്കലും ആ പഴയ പത്രോസിനെ നമ്മൾ കണ്ടിട്ടില്ല. വീര്യമുറ്റവൻ, മരിക്കും വരെ കാട്ടി ആ കാണിച്ച വീര്യമെങ്കിൽ അത് അഭിഷേകത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതേ, ഈ വചനം ഇത്രയും പ്രതിസന്ധിക്കകത്ത് ലോകമെമ്പാടും വ്യാപരിക്കുകയും തന്നെ പിന്തുണയ്ക്കാൻ ലോകത്തൊരു സമൂഹവും ഇല്ലാതിരിക്കുകയും ലോകത്തിലെ ഏറ്റവും അധികം അനുഗാമികളുള്ള വ്യക്തിത്വമായി നമ്മുടെ കർത്താവ് മാറുന്നതും ഈ വചനത്തിൻ്റെ ആധികാരികതയുടെ ഒന്നാമത്തെ തെളിവാണ്. ഹല്ലേലൂയ. ഏറ്റവും അധികം അനുഗാമികളുള്ള വ്യക്തിത്വം യേശുവാണ്. നാം ഇന്ന് ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചാട്ടെ, ഭൂലോകത്തിൻ്റെ 5 വൻകരകളിലും ഏറ്റവും അത് ഉയരുന്ന സ്തോത്രസ്വരം ഈ ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, സുവിശേഷ യോഗങ്ങളിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഭൂമിയിലായിരിക്കുന്ന നമ്മൾ ഭൂമിയിൽ ഏറ്റവും അധികം പ്രകീർത്തിച്ച് പാടുന്നത് സ്വർഗീയവാസത്തെക്കുറിച്ചൊക്കെയാണ് അല്ലേ? സ്വർഗനാട്ടിലൻ പ്രിയൻ ചേർത്തിടൂ എന്നൊക്കെ ഉള്ള പാട്ടാണ്, നല്ല പാട്ടുകളാണ്. പക്ഷെ സ്വർഗീയവാസികൾ പാടുന്നത് സ്വർഗത്തെപ്പറ്റിയല്ല, ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചാണ്. സ്വർഗത്തിലെയും പാട്ടെന്താണെന്നറിയണ്ടേ? നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും ജാതിയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഇതാ സ്വർഗീയ ഗാനം, അതാ ക്രൂശിക്കപ്പെട്ടവൻ്റെ മഹത്വം. ഇനി മറ്റു ചില തെളിവുകളിൽ കൂടെ ഒന്ന് പോവാം. ബൈബിൾ ഒരു സ്ഥലത്തെപ്പറ്റി പറയുക, കാന, അതല്ലെങ്കിൽ ജെറിക്കോ.
അതല്ലെങ്കിൽ ബേഥേൽ, ഏതെങ്കിലും ഒരു സ്ഥലത്തെ പറ്റി പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടു, ആ സ്ഥലം ഇന്നും ഉണ്ട്. അവിടെയാണ് ഇന്ത്യൻ പുരാണങ്ങളുമായി ബൈബിളിലുള്ള വ്യത്യാസം. ആ പറയപ്പെടുന്ന പല സ്ഥലങ്ങളും ഭാവനാസമ്പന്നമാണ്. അവിടെ വിവരിക്കുന്ന പല വസ്തുതകളും യാഥാർത്ഥ്യത്തിലുള്ളതല്ല. ക്ഷമിക്കരുത്, പറയേണ്ടി വരുന്നതിനാണെന്നറിയില്ലേ. ഒരിക്കൽ വാസിഷ്ഠൻ എന്നൊരു മഹർഷി, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിശ്വാമിത്രൻ എന്നൊരാളെത്തുക. ഫുഡ് കൊടുത്തു, നല്ല സൽക്കാരമാണ്. ഇതെല്ലാം കൊടുത്തിട്ട് തൃപ്തി വരുന്നില്ല. അദ്ദേഹം വളർത്തുന്ന കാമധേനു എന്നൊരു പശുവുണ്ട്. ആ പശുവിനൊരു കാര്യമുണ്ട്, എല്ലാത്തരം ഫുഡും എങ്ങനെയൊക്കെയോ അത് കൊടുക്കും. നമ്മുടെ സിവിൽ സപ്ലൈസിനേക്കാളൊക്കെ നല്ല രീതിയിൽ ആ പശു എല്ലാ ആഹാരമായിട്ട് കൊടുക്കും. ഈ സദ്യയും കൊടുത്തപ്പോൾ പിരിയാൻ നേരം വിശ്വാമിത്രനൊരാഗ്രഹം, ഈ പശുവിനെ അടിച്ചു മാറ്റണം. ന്യായമായിട്ട് ചോദിച്ചു, പുള്ളി ഇങ്ങനെ തന്നേക്കാവൊന്നും തരികയില്ല. പിന്നെ ഇവർ തമ്മിൽ നടന്ന സംഘട്ടനം ഭയങ്കര. അങ്ങനെ ഈ ത്രിശങ്കു സ്വർഗം, ഈ പദമൊക്കെ പിറവുള്ളത്. നമ്മുടെ വിഷയമൊന്നും അതല്ല. അപ്പം ഇങ്ങനൊരു പശു ഉണ്ടോ ഇവിടെ വളർത്തിയ കഥയാണ്. അല്ലെങ്കിൽ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന്, ഗോകർണത്ത് നിന്ന് ഒരു മഴുവെറിയുക, അത് ചെന്ന് കന്യാകുമാരി മറ്റേ പതിക്കുക, ഒരു സ്ഥലം ഉയർന്നു വരിക, നമ്മുടെ കേരളം അല്ലേ, ഉയർന്നു വരിക. ഇപ്പം എന്നോട് ചോദിക്കുക എന്തിനാ ഇത് പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എന്തിനാ ഇതൊക്കെ എഴുതി വെച്ചേ, സ്കൂളിൽ എന്തിനാ പഠിപ്പിച്ചേ? സാധനമല്ല, നിങ്ങൾ തിരുവനന്തപുരത്ത് ചെന്നാൽ, മ്യൂസിയത്തിൽ ചെന്നാൽ ഈ ആശാൻ കോടാലി കൊണ്ട് നിൽക്കുന്ന ഇങ്ങനെ എഴുതിയിരിക്കുക. ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് ഐതിഹ്യം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ വിരലും ചൂണ്ടി നിൽക്കുകയാണ്. അതവിടെ വെച്ചാൽ ഞാൻ പറയും, കാരണം നമ്മൾ ഇന്ത്യൻ പൗരനാണ്, പറയാം അല്ലേ, പറഞ്ഞ അതാ കാര്യം. അല്ലേ അത് വെക്കരുത്. ശാസ്ത്രം ശാസ്ത്രമായിട്ടും ചരിത്രം ചരിത്രമായിട്ടും പോകണം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ നാച്ചുറൽ അല്ലാത്ത, അവർ തന്നെ വിശ്വസിക്കാത്ത, അവർ തന്നെ തള്ളിക്കളയുന്ന സംഭവങ്ങളോ കഥകളോ നിലനിൽക്കെ നിങ്ങളെന്നോട് ചോദിക്കുക, ബൈബിളിലൊരു കാര്യം ഇങ്ങനെയാണോ? ബൈബിളിൽ അത്ഭുതങ്ങളുണ്ടതേ. ചെങ്കടൽ കീറിയതേ, കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞായതേ, ഇങ്ങനെ 100 സംഭവങ്ങളുണ്ട്. ആ സംഭവം നമ്മൾ വിശ്വസിക്കുന്നതും ഇത് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ബൈബിൾ സംഭവങ്ങളുടെ ആധികാരികത തെളിയിക്കത്തക്ക വിധം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ പിൻഗമിക്കുന്ന ഒരു ശാസ്ത്രമുണ്ട്, ആർക്കിയോളജി. ഒരു യുദ്ധത്തെക്കുറിച്ച് ബൈബിൾ പറയാ, ആ യുദ്ധം നടന്ന സ്ഥലത്ത് ഇങ്ങനെ സംഭവിച്ചുവോ എന്നറിയാൻ അവിടെ ഉത്ഖനന പഠനങ്ങൾ നടത്തിയ ശാസ്ത്ര ഗവേഷക സംഘം ബൈബിളിലെ സംഭവങ്ങൾ ഇതുമായി ചേർന്ന് നിൽക്കുന്നു എന്ന് കൃത്യം പുറത്തു കൊണ്ടുവന്ന 100 ഉത്തരങ്ങളുണ്ട്. ഞാൻ മറ്റു ചിലത് കൂടി പറയാം. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങൾ എണ്ണ നിക്ഷേപങ്ങളുടെ അക്ഷയക്കനിയാണ്. സ്വർണ്ണ നിക്ഷേപങ്ങളുടെ ചെമ്പുണ്ട്. പടുത്താലത്ത് തൊട്ട് ഒമാൻ ഈ ഓയിലിൻ്റെയൊക്കെ ഉൽപ്പാദനം കുറഞ്ഞപ്പോൾ ചെമ്പ് ഖനനം ചെയ്യുന്നതിലേക്ക് തിരിഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. നേരാണോ എന്നൊന്നും അറിയില്ല, വാർത്തയാണ്. അപ്പോൾ ചെമ്പുണ്ട്, ഇത്തരം ധാതുക്കളൊക്കെ ഉണ്ട്. പക്ഷേ സ്വർണ്ണമുണ്ട് ധാരാളം. കുവൈറ്റിൽ ഒക്കെ പോകുന്ന ജോലി ചെയ്തവർക്കും അറിയാം, അവിടെ ചില മലകൾ തന്നെ സ്വർണ്ണമാണ്. സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങല്ല, സ്വർണ്ണക്കനികളാണ്. അവിടെയൊക്കെ ഫെൻസ് ചെയ്ത് സർക്കാർ നമ്മളെ ഒന്നും കയറ്റാതിട്ടിരിക്കുക. മലയാളികളൊക്കെ അവിടെ കറങ്ങുന്നു എന്ന് സർക്കാരിനറിയാം. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചിരിക്കുക. പക്ഷേ രസം കേൾക്കണ്ടേ, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത്, ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈന്തപ്പഴം കഴിച്ചും മത്സ്യം പിടിച്ച് പാകപ്പെടുത്തി ചുട്ടോ ഒക്കെ ഭക്ഷിച്ച്, ആ മത്സ്യങ്ങളെ ഉണക്ക മത്സ്യങ്ങളാക്കി ഭക്ഷിച്ച്, ഒട്ടകപ്പാൽ കഴിച്ച് ഒട്ടക മാംസം കഴിച്ചും ജീവിച്ച അപരിഷ്കൃതരായിരുന്നു അറബികൾ. ആ അറബികൾ ഇന്ന് കാണുന്ന അളവിലേക്ക് വളർന്നത് ബൈബിളിലെ ചില വചനങ്ങളാണ്. നദികളുടെ വിശദീകരണം പറയുന്നിടത്ത് പറയുക, അത് ഹവീലാദേശമൊക്കെ ചുറ്റുന്നു. അങ്ങനെ വിശദീകരിച്ചെന്ന് പറയുക, അവിടെ ധാരാളം പൊന്നുണ്ട്, അവിടുത്തെ പൊന്ന് മേത്തരമാകുന്നു. ഇത്ര ആൾ മുമ്പ് പറഞ്ഞ കാര്യം ഇന്നും അത് ചരിത്രത്തിൻ്റെ മുമ്പിൽ ഈ വാക്യം നിലയുറപ്പിച്ചിങ്ങനെ നിൽക്കുക. ആ പറഞ്ഞത് ശരിവെച്ച് അങ്ങനെ തന്നെ നിൽക്കുക. അവരുടെ മതഗ്രന്ഥങ്ങളിൽ പോലും ഇല്ല. വീണ്ടും ഈ തിരുവെടുത്ത് പറയുക, അവിടെ കീൽക്കുഴികൾ ധാരാളമുണ്ട്.
ആ കീൽക്കുഴികൾ ധാരാളമുണ്ട് എന്ന് പറയുന്ന അതേ സ്ഥലത്ത് നിന്ന് എത്രയധികം ഉൽപ്പന്നങ്ങൾ ഖനനം ചെയ്തെടുക്കുന്നു, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. ഇതും ബൈബിൾ പറഞ്ഞു. അപ്പോൾ ബൈബിളിൻ്റെ ആധികാരികത വ്യക്തമാക്കുന്ന സുപ്രധാനമായൊരു കാര്യം പുരാവസ്തു പഠനമാണ്. ബൈബിളിലെ സ്ഥലങ്ങളോ നീർപ്പാത്തികളെക്കുറിച്ച്, കനാലുകളെക്കുറിച്ച് ബൈബിളിൽ പരാമർശമുണ്ട്. രാജാക്കന്മാരൊക്കെ വെട്ടിയ നീർപ്പാത്തികളെക്കുറിച്ച് പറയുന്ന വിശദീകരണം നടന്ന സ്ഥലങ്ങൾ, ഉത്ഖനനം നടത്തി പഠിച്ച പഠനങ്ങൾ ജോസഫ് പി ഫ്രീയെ പോലെയുള്ള എഴുത്തുകാർ എഴുതിയിട്ടുണ്ട്. അവിടൊക്കെ ഇതേ സ്ഥലങ്ങൾ ഇന്നും കൺമുമ്പിൽ കാണാം. ജെരികോയുടെ മതിൽ ഇടിഞ്ഞു വീണ് ആഴങ്ങളിലേക്ക് കുഴിഞ്ഞിറങ്ങിയ ചരിത്രം വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നു. 20 അടി താഴ്ചയിൽ അന്ന് തകർന്നു കിടക്കുന്ന ആ പഴയ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഈ കുഴിക്ക് മുകളിൽ നിന്ന് നമുക്ക് കണ്ണെത്തി താഴോട്ട് കാണാം. അതിലും താഴെയാണ് കിടക്കുന്ന, പക്ഷേ കാലം അതിനെ വീണ്ടും മണ്ണിട്ട് ഏതെങ്കിലും വിധത്തിലൊക്കെ തകർത്ത് കളഞ്ഞു. ബൈബിൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ വളരെ കൃത്യം. ഇനി നിങ്ങൾ ചോദ്യമൊക്കെ വരുമ്പോൾ എനിക്ക് പറയുന്നതാണ് കൂടുതൽ സന്തോഷകരം. അപ്പം ഞാൻ അവിടെ വിശദീകരിക്കാം. അടുത്ത ഒരു കാര്യം കൂടി പറഞ്ഞ് ആ മുഖവുര വിടാം. ബൈബിൾ ഏറ്റവും ആധികാരികം സമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കാൻ പറ്റിയ ഒരു കൃതി എന്ന് തെളിയിക്കാൻ ഞാൻ മറ്റൊരു സങ്കേതം കൂടി ഉപയോഗിക്കുക. ശ്രദ്ധിക്കണം. അടുത്ത കാലത്ത് എൻ്റെ ചില പ്രസംഗങ്ങൾ ഞാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യയിൽ തുടങ്ങാവുന്ന ഒരു കാര്യമാണ്. 1954 ബ്രിട്ടീഷുകാർ ഇവിടെ വരുമ്പോൾ, 54 അതിനുമ്പോൾ ബ്രിട്ടീഷുകാരുണ്ട്, ഒരു റെയിൽവേ പദ്ധതി ഉണ്ടാക്കി. ആ റെയിൽവേ ഇന്നത്തെ പഞ്ചാബിൻ്റെ, അതായത് പാകിസ്ഥാനിലെ പഞ്ചാബിലെ മുൾട്ടാൻ എന്ന സ്ഥലത്തുനിന്ന് പണി ആരംഭിച്ചു. ലാഹോറിലേക്കാണ്. ഈ പണി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ കട്ടകൾ കെട്ടി, ചൂടുകട്ട, വലിയ ചൂടുകട്ടയാണ്. അതാണ്ട് 3.5 ഇഞ്ച് കനവും 12 ഇഞ്ച് വീതിയും 20 ഇഞ്ച് നീളമൊക്കെ ഉള്ള വലിയ കട്ട, ചുട്ടെടുത്ത കട്ട. ഈ കട്ടകൾ ധാരാളം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരിത് ഈ പണിക്ക് പ്ലാറ്റ്ഫോം തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അമ്പരപ്പിക്കുന്ന റിസൾട്ട് കേൾക്കണ്ടേ? 194 കിലോമീറ്റർ ദൂരം റെയിൽവേ ട്രാക്ക് ഉറപ്പിക്കാൻ വേണ്ട കട്ടയാണ് ഇന്ത്യയിൽ നിന്ന് കിട്ടിയത്. അതുവരെ ഇതേക്കുറിച്ച് പഠനമോ ഗവേഷണവും നടന്നില്ല. ലോകം ധരിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരം മെസപ്പൊട്ടേമിയ. അങ്ങനെയാണ്, തർക്കമൊന്നുമില്ല. പിന്നെ ഈജിപ്റ്റ് ഉണ്ട്, ചൈനയുണ്ട്, അവിടെയൊക്കെ ഇങ്ങനെ നഗരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇത് പിന്നെ തുടരന്വേഷണം നടന്നില്ല. അവിടെ റെയിൽവേ ഒക്കെ പണിതു. 1921 ആകുമ്പോഴേക്ക് ബ്രിട്ടനിൽ നിന്ന് ജോൺ മാർഷൽ എന്നു പേരായ ഒരു ആർക്കിയോളജിസ്റ്റ് വരിക. അദ്ദേഹം ഈ സ്ഥലത്ത് വീണ്ടും പഠനം നടത്തി. ആ വഴിക്കെത്തിയ കണ്ടെത്തലാണ് നമ്മളറിയുന്ന മോഹൻജദാരോയും ഹാരപ്പയും ഒക്കെ. അത് കുട്ടികൾ 5-ാം ക്ലാസ് കൊണ്ട് പഠിക്കും. പക്ഷെങ്കിൽ ഇതൊരു കഥ കേൾക്കണ്ടേ? ഇവിടെ നിന്ന് ലഭിച്ച ഉത്ഖനന പഠനങ്ങൾ ഒരു റിപ്പോർട്ട് പുറത്തുകൊണ്ടുവന്നു. ആ റിപ്പോർട്ട് എന്താണെന്ന് അറിയണ്ടേ? അന്നത്തെ മനുഷ്യരുടെ ജീവിത വ്യവഹാരങ്ങളെപ്പറ്റി ഒത്തിരി അറിവുകൾ, അവരിണക്കി വളർത്തിയ മൃഗങ്ങൾ, അവരുടെ പണിയായുധങ്ങൾ, വ്യത്യസ്ത തരത്തിലെ ജീവിത സന്ധാരണത്തിനുള്ള ഉപകരണങ്ങൾ, വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ ചിന്തകൾ, അവരുടെ ഭക്ഷണം സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ, സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചുള്ള അറിവുകൾ, ഈ കൂടെ കിട്ടാതെ പോയ സുപ്രധാനമായൊരു കാര്യമുണ്ട്. അത് കുതിരകളെക്കുറിച്ച് പരാമർശിക്കുന്ന, അല്ലെങ്കിൽ കുതിരയുടെ അവശിഷ്ടങ്ങളോ ഫോസിലുകളോ അസ്ഥികൂടങ്ങളോ ഒന്നും ഇൻഡസ് വാലിയിൽ കിട്ടിയില്ല. മനസ്സിലായോ? കുതിരയെക്കുറിച്ച് പരാമർശമില്ല. അപ്പോൾ കുട്ടികൾക്ക് ധൈര്യമായിട്ട് പരീക്ഷ എഴുതാം. ഇൻഡസ് വാലി സംസ്കാരത്തിൽ പറയാത്ത സുപ്രധാനമായൊരു ജീവി 4 പേര് തരും. കൂടെ കുതിരയെന്ന് കണ്ടാൽ ടിക്ക് ചെയ്തോണം. കുതിരയെപ്പറ്റി സിന്ധു നദിയുടെ സംസ്കാരത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അന്ന് ആ കട്ടകളിലും മറ്റ് കല്ലുകളിലുമൊക്കെ കൊത്തിവെച്ച ചില എഴുത്ത് രീതികളുണ്ട്. ആ എഴുത്ത് രീതിക്കൊന്നും സംസ്കൃതത്തോട് സാമ്യമില്ല. ആ ലിപി ഉണ്ടല്ലോ, ദേവനാഗരി, ഹിന്ദിയുടെയൊക്കെ ആ ലിപി അല്ല. വായിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇതും കഴിഞ്ഞ ഇടക്ക് നമ്മുടെ തമിഴ്നാട്ടിലൊരു സംഭവം നടന്നു. തമിഴ്നാട്ടിൽ മധുര ജില്ലയിൽ ശിവഗംഗ ജില്ലയ്ക്കും ഇടയ്ക്ക് വൈഗാനദി എന്ന് പറഞ്ഞുണ്ട്.
ഈ നദിയുടെ തീരത്തൊരു തെങ്ങിൻ തോപ്പുണ്ടാകും. ഈ തെങ്ങിൻ തോപ്പിലൂടെ ഒരു കള്ളൻ എന്നയാളെ വിളിക്കാമെന്ന് അറിയില്ല, കാരണം അതിലും വലിയ മോഷണം നടത്തുന്നവനെ എന്ത് വിളിക്കണമെന്നറിയാതെ മാധ്യമങ്ങൾ നിൽക്കുക. എന്നാൽ തേങ്ങ കട്ടവനെ നമുക്ക് എന്തോ വിളിക്കാൻ പറ്റുന്നത്, എന്തുമില്ല ആട്ടല്ലേ. അപ്പോൾ ഈ ഞാനിതൊരിടത്ത് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ഇതെന്തിനാ നമ്മളിതൊക്കെ പറയുന്നത്? നമ്മളിത് അല്ല പറഞ്ഞല്ല, അകത്തൊരു ടോക്കായിട്ട് പറഞ്ഞല്ല, അല്ലാതെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കൊരു ചൈതന്യമൊന്നും വരികയില്ല, ഉള്ള ചൈതന്യം പോവും. അവിടുന്നേ ചൈതന്യം പോയി. പക്ഷെ എൻ്റെ സങ്കടം എന്താണെന്നറിയണ്ടേ? എൻ്റെ കൂടെ കാശുണ്ട് ഇതിനകത്ത്, നിങ്ങളുടെ എല്ലാം കാശുണ്ട്. എന്താ കാര്യം എന്നറിയണ്ടേ? ഈ വിജയ് മല്യ എന്ന് പറഞ്ഞ ആളുകൾ നമ്മളെല്ലാം തട്ടിച്ചിട്ട് പോയതാണ്. ആ തട്ടിച്ച വഴിക്കൊരു ചെറിയ സഹായം ഇവിടെ കൊടുത്തേച്ച് പോയതാണ്. ഇപ്പോൾ അയാളുടെ കടം നമ്മൾ വീടുക, ചായ കുടിക്കുമ്പോഴും തേയില വാങ്ങുമ്പോഴും പുസ്തകം മേടിക്കുമ്പോഴും, ഈവൻ ബൈബിള് മേടിക്കുമ്പോൾ വരെ GST ഉണ്ട്. നമ്മൾ ആരെ കടം വീടുക? വിജയ് മല്യയുടെ കടം. അങ്ങനെ പരോക്ഷമായ ഒരവകാശം നമുക്കുണ്ടെന്ന് പോട്ടെ. അപ്പോൾ ഇയാൾ മോഷണമൊക്കെ നടത്തി ആളുകൾ ഇയാളെ വളഞ്ഞു, ഓടിച്ചിട്ട് പിടിച്ചു. ഇയാൾ ഇവിടെ ഒരു കുഴിയിൽ ഇങ്ങനെ പതുങ്ങി. പുള്ളിക്ക് പുറത്തോട്ട് വരാൻ പറ്റത്തില്ല. ചെന്ന് നോക്കുമ്പോൾ ഇതൊരു പടിക്കെട്ടാണ്. ആളുകൾ പിന്നാലെ കൂടി, ഒത്തിരി വിവരിക്കുന്നില്ല. ഇയാൾ ആ മോഷ്ടിച്ച തെങ്ങുംപുരയിടത്തിൻ്റെ അടിയിൽ ഒരു പടുകുറ്റൻ നാഗരികതയുടെ അവശിഷ്ടം ഉണ്ടോ. മോഷ്ടാവിനെ കൊണ്ടുണ്ടായ ചെറിയൊരു ഗുണമാണ്. പഠനം നടന്നു. പഠനം ശക്തിപ്പെട്ടപ്പോൾ കിട്ടിയ റിസൾട്ട് കേൾക്കണ്ടേ? ഇൻഡസ് വാലിയിൽ എന്ത് കണ്ടോ അതൊക്കെ ഇവിടെയും കണ്ടു. അവിടെ കണ്ട എഴുത്തിൻ്റെ തനിമ ഇവിടെയും കണ്ടു. അപ്പോൾ ശാസ്ത്രലോകത്തിന് പിടികിട്ടി ഇതിന് സാമ്യം നമ്മുടെ മലയാളത്തോടോ തമിഴിനോടൊക്കെയാണ്. തമിഴിൻ്റെയും മലയാളത്തിൻ്റെയൊക്കെ പൂർവ്വ ഭാഷയോടാണ് ആ ലിപികൾക്ക് സാമ്യം. അവിടെ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇത് വായിച്ചെടുക്കുന്നവർക്ക്, ഈ ഭാഷ വായിച്ചെടുക്കുന്നവർക്ക് കോടിക്കണക്കിന് രൂപയുടെ വമ്പൻ ഓഫർ. ഭാഷാപരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ചലഞ്ച് ചെയ്തോണം. ഒരവസരമാണ് വന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എങ്ങും കുതിരയില്ല, ഹിന്ദിയില്ല, സംസ്കൃതമില്ല. ഇവിടുന്ന് കിട്ടിയ ഉൽപ്പന്നങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് അയച്ചു, ലാബിൽ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ. ഇറ്റലിക്കും അയച്ചു. റിപ്പോർട്ട് എന്താണെന്നറിയണ്ടേ? കർത്താവായ യേശുക്രിസ്തുവിനും 600 മുതൽ 900 വർഷം വരെ പഴക്കം ഇതിനുണ്ട്. സംഗതി കൊള്ളാം. പക്ഷേ ഉടനെ കേന്ദ്ര ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുക, സംഗതി കൊള്ളാം, പക്ഷെ നമുക്കതൊരു 300 ചുരുക്കാവോ? 300 ചുരുക്കിയാലേ നമ്മുടെ കിതാബിയുടെ ഓടുള്ളൂ. കാരണം അത് മുഴുവൻ കുതിരയാണ്. മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് അല്ലേ? ഈ കുതിര ഇന്ത്യക്കാരുടെ അല്ലെന്ന് ഇറക്കുമതി സാധനമാണ്. കുതിരയും സംസ്കൃതമൊന്നും ഇന്ത്യൻ സംസ്കാരവുമായി നേരിട്ട് ബന്ധമുള്ളതല്ല. ഇതൊക്കെ വന്നതാണ്. ആകെന്ന് പറഞ്ഞിട്ടോ അതിൻ്റെ ഡയറക്ടർ കേട്ടില്ല, പുള്ളിയെ സ്ഥലം മാറ്റി. നമ്മളെപ്പോലല്ല തമിഴൻ വിടുകല. പോയി ഫൈറ്റ് ചെയ്ത് ഹൈക്കോടതി ഓർഡർ കൊടുത്തു, ഈ ഉദ്യോഗസ്ഥരെ തന്നെ തിരികെ നിയമിക്കണം. ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ സ്റ്റേറ്റ് സർക്കാർ നോക്കണം. ആർക്കിയോളജിക്കൽ സർവേ തമിഴ്നാട് ഗവേഷണം ശക്തമാക്കുക. ഇതൊക്കെ പുറത്തു വരുന്നതോടുകൂടി നമ്മൾ കേൾക്കുന്ന പോലെ കെട്ടുകഥകളും തകർന്നടിയും. മനസ്സിലാകുന്നുണ്ടോ? ഞാനിതൊക്കെ കുറേ സീരിയസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് പുറത്തു വിടാവോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. എന്തിനാണ് ഇതൊക്കെ ചെയ്തു വെച്ചേക്കെന്ന് അറിയണ്ടേ? പലവിധ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്തൊന്നും ഉച്ച കഴിഞ്ഞൊന്നും ഉറങ്ങുന്ന ശീലമില്ല. ഇതൊക്കെ ഇങ്ങനെ വീഡിയോ ആക്കി വെക്കുകയാണ്. ഇപ്പോൾ മോന് അവിടെ സീരിയസ് ആയിട്ട് പഠിക്കാനുള്ളത് എടുക്കാൻ ആളില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. ഇതൊക്കെ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇടുമ്പോൾ നല്ല വൃത്തിയുള്ളൊരു ടൈറ്റിൽ ഇടണം. ചില ആൾ ഈ വീഡിയോ എടുത്തിട്ട് വളരെ മോശം ഒരു ടൈറ്റിൽ, ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളായി ടൈറ്റിൽ. മനസ്സിലായില്ലേ? ഒടുത്തോട്ടം അവരെ ഓടിച്ചു, ഇങ്ങനെയൊന്നും ഇടരുത്. പ്രതിപക്ഷ ബഹുമാനം വേണം അല്ലേ? അവരെ പേര് ഉപയോഗിച്ച് കണ്ടം വഴി ഓടി, ഇതൊന്നും ഇടരുത്. യോഗ്യമല്ലാത്ത ഭാഷയും രീതിയൊന്നും പാടില്ല. അതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പറഞ്ഞു വെച്ചെന്തേ, ഇങ്ങനെ കെട്ടിപ്പൊക്കിയ മാമൂലുകളുടെയും കോട്ടകളുടെയും വ്യാജ വ്യർത്ഥ ഇടപാടുകളുടെയും ദന്തഗോപുരങ്ങളെ ഇടിച്ചു തകർത്താണ് ഈ ബൈബിൾ അതിൻ്റെ ആശയം സ്ഥാപിച്ചത് ലോകത്തിൻ്റെ എല്ലായിടത്തും. ഇതേ സമയത്ത് ഞാൻ കൃത്യതയോടെ പറയാം, ബൈബിളിലെ ഇത്തരം ഒരു സംഭവം ഭാവനയാണ്, കെട്ടുകഥയാണെന്ന് പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത്? കാരണം ആർക്കിയോളജി തെളിയിച്ച പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ അടരുകളിൽ കൃത്യമതിൻ്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ച് പഠിച്ച നിരവധി കാര്യങ്ങൾ കൃത്യതയോടെ അത് സ്ഥാപിച്ചു. പിന്നെ ആളുകൾ മനസ്സിലാക്കിയ ഒരളവിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ
അവരുടെ ധാരണയുടെ ഒരു പെശകുണ്ട്. അവിടെ ഒന്ന് പറയാം. ഈ ചിലയിടത്ത് ചെല്ലുമ്പോൾ ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ അങ്ങനെ ചോദിക്കില്ല, നിങ്ങളുടെ ഉള്ളിലൊരു ഉത്തരവുണ്ട്, ആ ഉത്തരം വെച്ചിട്ട് എന്നെ ഒന്ന് കുരുക്കാൻ വേണ്ടി ചോദിക്കും. മനസ്സിലായോ? ആ ഉത്തരം അങ്ങ് പറഞ്ഞാൽ മതി. അത് കൂടുതലും നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം സംസാരിക്കുമ്പോഴേ ഇയാളുടെ ഉള്ളിലൊരാശയം കാണും, പുള്ളി തൊട്ട് പറയത്തുമില്ല. നമ്മൾ ചോദിക്കും, ആ ആൻറ്റിയും കുഞ്ഞും ആരാ? ആൻറ്റിയും കുഞ്ഞും 12 അധ്യായം, ഞാൻ ഇച്ചിരി ബഹുമാനത്തോടെ പറഞ്ഞതേ ഉള്ളൂ. വെളിപ്പാട് 12 ഒരു ആൻറ്റിയും കുഞ്ഞും ഉണ്ടല്ലോ, ആ കൊച്ചേതാ ആൻറ്റി ഏതാന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഐഡിയ കാണും. ഇങ്ങേരോട്ട് പറയുമോ അതുമില്ല, നമ്മൾ പറഞ്ഞ അർത്ഥം തെറ്റാന്നും പറയും. പുസ്തകങ്ങളിലെല്ലാം എഴുതിയേക്കും തെറ്റാണ്, ഏതാന്നോട്ട് പറയത്തുമില്ല. അപ്പോൾ പിന്നെ അത് കേൾക്കിയ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ ഈ ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു കാര്യം, ഞാൻ നമ്മുടെ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലൊരു സംഭവം ഉണ്ടല്ലോ, ഭൂമിയെ ചരാചരങ്ങളെയൊക്കെ സൃഷ്ടിക്കും വഴിക്കും, സൂര്യചന്ദ്രാദികളെ സൃഷ്ടിക്കുന്നത് 3-ാം ദിവസം അല്ലേ? എന്നാൽ 1-2 ദിവസം സൂര്യനും ചന്ദ്രനും ഇല്ലാതെ എങ്ങനെ ഉണ്ടായി? ഇതൊരു ചോദ്യമാണ്. എന്നിട്ട് ഇവിടുന്ന് ഒരു കണക്ക് കൂട്ടി 6000 കൊല്ലത്തെ മനുഷ്യൻ്റെ ചരിത്രത്തിന് 6000 കൊല്ലത്തെ ബൈബിൾ പറയുന്നുള്ളൂ. പക്ഷേ ഫോസിലിന് 1,00,000 വർഷത്തേക്ക് പഴക്കം കിട്ടുന്നു. അത്രയും പഴയ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കിട്ടുന്നു. അതും ബൈബിളും കൂടെ പൊരുത്തപ്പെടത്തില്ല. ഇത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ? ഇത് 6000 എന്നാരാ പറഞ്ഞത്? 6000 എന്ന് കണക്കൂട്ടിയൊരു ബിഷപ്പ്, അഷർ എന്ന് പറഞ്ഞൊരു ബിഷപ്പാണ്. ബിഷപ്പ് കണക്കൂട്ടിയെന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം കൂടെ ചെയ്തു. മനുഷ്യനെ സൃഷ്ടിച്ചത് 4004 BC സെപ്റ്റംബർ മാസം 24-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണിക്കാണ് ആദമിനെ കവിയെ സൃഷ്ടിച്ചത്. എന്തൊരു പോക്കാണ്! ബിഷപ്പ് അഷറിൻ്റെ കണക്കാണ്. ഈ അഷറിൻ്റെ കണക്കും പഠിച്ചിട്ട് യുക്തിവാദികൾ വരിക, അവിടുന്ന് കാലവും ഗവേഷണവും പോയി ഇമാർ അറിഞ്ഞില്ല. ഒരുത്തം പറയാം, അയാളിത് പറഞ്ഞപ്പോഴാണ് അൽക്കുടത്തോട്ടോ ആദ്യം കേട്ടേന്ന്. ഞങ്ങളൊക്കെ ഇത് തുടക്കത്തിലേ പഠിക്കുന്നവരല്ലേ. അപ്പോളജറ്റി സ്റ്റഡി അങ്ങനെയാണ്. ബിഷപ്പ് അഷറാരാന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഈ കണക്കുകളൊക്കെ ഒത്തിരി തെറ്റാ. അതിൻ്റെ ഒരു കാര്യം കൂടി പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ബൈബിളിൻ്റെ ശരി എത്രമാത്രം വലുതാണ്. ഹല്ലേലൂയ. അപ്പം ഞാനിദ്ദേഹത്തോട് ചോദിച്ചു, ശരി, ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ അതിനൊരു ന്യൂക്ലിയസ് വേണമല്ലോ, ഈ ടോക്കിനെ ഒരു സെൻറ്റർ. അപ്പോൾ സ്വർഗം അല്ലെങ്കിൽ ആകാശം, ഭൂമി, നക്ഷത്രം ഇതൊക്കെ സൃഷ്ടിക്കുമ്പോൾ ആ സൃഷ്ടി പരാമർശിക്കുന്നതിൻ്റെ സെൻറ്റർ ഭൂമിയില്ലാത്ത കാലത്തും ഭൂമി ആകുകയല്ലേ? ആകുമോ? ഓടനാവട്ടം ഇല്ലെങ്കിൽ ഞാൻ ഓടനാവട്ടത്തെന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞ അർത്ഥമുണ്ടോ? ഇല്ല. ഉണ്ടോ? സൃഷ്ടിക്ക് ഹേതുവായ ആ കേന്ദ്രം എവിടെ? അതിലെ ചെറിയൊരു അണുവിൻ്റെ പേരാ ഭൂമി. അതെല്ലാവരും സമ്മതിക്കും. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ഇതൊന്നുമല്ലാത്തൊരു ധ്രുവത്തിൽ നീ കൽപ്പന പുറപ്പെടുക. അതെല്ലാം ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു വരുമ്പോൾ ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ റൊട്ടേഷനാണ്. ഇപ്പം സൃഷ്ടാവിൻ്റെ ആംഗിളിൽ സൃഷ്ടിയുടെ മണ്ഡലത്തിൽ നോക്കുമ്പോഴേ ഇതിവിടെ ചെറിയൊരു കറക്കമാണ്, വാച്ചിൻ്റെ സൂചി പോലും പരിപാടി. അപ്പം ദിവസം അഥവാ യോം എന്ന പ്രഖ്യാപനം, YOM, യോം, അക്ഷരാർത്ഥത്തിലെ 24 ഹവറാണോ? മനുഷ്യദൃഷ്ടിയിലെ കേവലം 24 മണിക്കൂറല്ല, അവിടെ പറയും ദിവസങ്ങൾ. അതിനൊരു തെളിവിടെ തരാം. എങ്ങനെയാ ദിവസം തുടങ്ങുന്നത് അറിയണ്ടേ? രാവിലെ ആയി എന്ന് പറഞ്ഞില്ല, സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. സന്ധ്യയ്ക്കാ തുടക്കം. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. ആ വരവിങ്ങോട്ട് വരുമ്പോൾ ഒരു കാഴ്ച കാണാം നിങ്ങൾക്ക്. 7-ാം ദിവസം ദൈവം നിവൃത്തനായി. പക്ഷെ ഒരു കുഴപ്പം, 7-ാം ദിവസം എത്തുമ്പോൾ സന്ധ്യയില്ല, ഉഷസ്സുമില്ല. അങ്ങനെ എഴുതിയിട്ടില്ല. സന്ധ്യയായി ഉഷസ്സുമായി 7-ാം ദിവസമൊന്നുമില്ലെന്ന്. അപ്പോൾ എന്താ അർത്ഥം? ശബത്ത് കേവലം ഒരു ദിവസത്തിൻ്റെ പ്രഖ്യാപനമല്ല. ചിലപ്പോഴൊക്കെ ആൾ നമ്മൾ പറയേണ്ടത് നമുക്ക് ശബത്തില്ലെന്ന്. നമുക്ക് ശബത്തില്ലേ? എബ്രായലേഖനം 4-ാം അധ്യായം പറയാ, ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അവശേഷിച്ചിരിക്കുന്നു. നമുക്ക് വെച്ചിട്ടുണ്ട് ശബത്ത്. മനസ്സിലായോ? അപ്പം അത് ശബത്ത് ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടം നമുക്ക് ഫീൽ ചെയ്യാത്തത് ദൈവത്തോടു കൂടെ നമ്മൾ സഹവസിക്കുമ്പോൾ സമയം പോകുന്ന അറിയില്ലെന്ന്. മനസ്സിലായില്ല? പറയാം. നമ്മുടെ മോനോ മോളോ അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിലോട്ടൊന്ന് വന്നു. ഈ കുഞ്ഞുങ്ങളോട് കളിച്ചും അവരോടൊപ്പം സഹകരിച്ചും ഇരിക്കുമ്പോൾ ഭക്ഷണമൊന്നും ഒരു വിഷയമല്ല. അവിടുത്തെ ബഹളവും ആ ഓട്ടവും കുഞ്ഞുങ്ങളുടെ സംഭാഷണവും ബഹളമയം ആ വീട്.
പെട്ടെന്ന് ആ ഉറങ്ങണമെന്നൊക്കെ തോന്നുമ്പോൾ നോക്കുമ്പോൾ 2 മണി 3 മണി. സമയം അറിയാൻ എന്തുകൊണ്ടാണെന്നറിയണ്ടേ? ഇഷ്ടപ്പെട്ടവരോടൊത്തുള്ള സഹവാസത്തിൽ സമയം നമ്മുടെ കാൽക്കുലേഷൻ നിൽക്കില്ല. കൊണ്ട് ശബത്ത് നീണ്ടൊരു കാലമാണ്. ആടത്തോട് പറയാ, ആ സൃഷ്ടിലോകത്തിൽ ആദം ഹൗവ ഈ മനുഷ്യരാരും സമയവിധേയരല്ല. പിടികിട്ടുന്നില്ല. സമയം ബാധിക്കില്ലെന്ന് പറയാൻ കാരണം ആദം 930 സംവത്സരം ജീവിച്ചിരുന്നു, പിന്നെ അവൻ മരിച്ചു. അല്ലേ? ആദമിൻ്റെ 1 വയസ്സ് എവിടെ നിന്ന് കൂട്ടും? കുഞ്ഞായിരുന്നൊരു ആദമില്ലേ, ഓമനത്തിങ്കൽ കിടാവൂ, നല്ല കോമള താമര പൂവോ എന്നൊക്കെ പാടാൻ പറ്റിയൊരു ആ പ്രായം നമ്മൾ കണ്ടില്ല, എവിടെയും കണ്ടില്ല. നമ്മൾ കാണുമ്പോൾ നല്ല കല്യാണപ്രായം എത്തി നിൽക്കുക. നമ്മൾ കാണുകയും കല്യാണം കഴിഞ്ഞു, വളരെ സ്പീഡിലാണ്. 10, 25, 26, 27 വയസ്സൊക്കെ ഉണ്ട് ഇല്ലേ, കുറഞ്ഞ വർഷം. അപ്പോഴും പ്രായം തോന്നാത്ത എന്തുകൊണ്ടാണെന്നറിയണ്ടേ? കാലം ബാധിക്കില്ല, സമയം ബാധിക്കില്ല, സ്ഥലം ബാധിക്കില്ല. ഇതേ ശരീരത്തിലേക്ക് രൂപാന്തര ശരീരികളായി പറിച്ചു നടുമ്പോൾ നമുക്ക് അന്നും കാലം തോന്നൂല, സമയം പോയതായിട്ട് തോന്നൂല, സ്ഥലം ബാധിക്കില്ല. ഈ ശരീരത്തിൻ്റെ പിന്നത്തെ പ്രത്യേകത പറയാം. ഈ ബോഡി ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോഴേ മറ്റൊരു സ്ഥലത്തെത്താൻ കഴിയും വിധം അനന്ത സാധ്യതകളുടെ ഒരു ശരീരത്തിലാണ് നമ്മൾ ഉയർക്കുന്നത്. മനസ്സിലായില്ലേ? എന്താ കാരണം? നാം അവനോട് അനുരൂപരാകുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത പറയുക, അവന് ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ല. എന്താ ഗതിഭേദങ്ങളുടെ ആച്ഛാദനം? നമുക്കെല്ലാം ഗതിഭേദങ്ങളുടെ ആച്ഛാദനം. നമ്മൾ പലരെയും 4-5 കൊല്ലം മുമ്പ് കണ്ട പോലെയാണ് ഇപ്പോൾ കാണുന്നത്. അല്ല, കണ്ണുകൊഴിയും, തലമുടി കൊഴിയും, തലമുടി നരയ്ക്കും, ഇങ്ങനെ ഓരോ രീതിയിലേക്കായിപ്പോവും. പിന്നെ ആകെപ്പാടെ പറയാൻ പറ്റുന്നൊരു കാര്യം, എന്നെ ചെറുപ്പത്തിലൊന്ന് കാണണമായിരുന്നു. പിന്നെ എന്തോ ഒരു അത്യാവശ്യമാണ്, ഇങ്ങനെ പോയി ചെറുപ്പത്തിൽ കണ്ടിട്ട് നമുക്കെന്തോ നേടാനാ? ആ ബലത്തിലാണ്, നമ്മളാരും പോവുകയില്ലോ എന്നുള്ള ബലത്തിലാണ് അയാളാ പറഞ്ഞത്, ചെറുപ്പത്തിൽ എന്നെ ഒന്ന് കാണണമായിരുന്നു. ഇങ്ങനെയൊന്നും അല്ല ഞാനിരുന്നത്, അത് നമുക്കും അറിയാം. ഇങ്ങനെയൊന്നും അല്ലെന്ന്. ഇപ്പോഴിങ്ങനെയൊരു ആയല്ലോ എന്നോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം അല്ലേ? ഞാൻ വയനാട് വഴി ഇങ്ങനെ വരുമ്പോൾ അതിവിടെ നിയമമുണ്ട്, ഈ കാട്ടുമൃഗങ്ങളുടെ ഒന്നും ഫോട്ടോ എടുക്കരുത്. അപ്പോൾ ഒരുത്തരം അവിടെ ഇറങ്ങി നിന്ന് സെൽഫി എടുക്കുക. ഇവനോട് ഇതൊരാൾ പറഞ്ഞു കൊടുത്ത് എടുക്കരുത്, നമ്മൾ പോയാലും എടുക്കരുത്, കാരണം നിയമവിരുദ്ധമാണ്. അപ്പോൾ അവർക്ക് പിടിക്കാം. പിന്നെ അവരോട് ചൂടായിട്ടൊന്നും കാര്യമില്ല, നിയമമുണ്ടല്ലോ. എൻ്റെ കൂടെ ഒരുത്തം പറയാം, അവനെ അങ്ങ് അറസ്റ്റ് ചെയ്യല്ലെന്ന്. എന്താണെന്ന് ചോദിക്കുക, കാട്ടുമൃഗം എങ്ങനെ ആരാ, ഇവനാരാന്ന് എങ്ങനെ ജനം അറിയുന്നതെന്ന്. ചുമ്മാ പറഞ്ഞൊരു കാര്യമാണ് പറഞ്ഞു വന്നത്. മനുഷ്യർക്ക് ഈ മാറ്റം വരും. മാറ്റം എപ്പം പോലെ വന്നറിയുക, പാപം ചെയ്ത ശേഷമാണ് നമുക്ക് മരണം വരാനുള്ള സജ്ജീകരണമായത്. മരണം വരാത്ത ശരീരത്തിന് കണ്ണിന് കാഴ്ചയും കുറയില്ല, തേജസ് കുറയില്ല, ഉന്മേഷം കുറയില്ല. കാരണം ഈ തേജസ് കുറയുന്നത്, ഉന്മേഷം കുറയുന്നത് എങ്ങോട്ട് പോവാ? മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ ഓരോ ബർത്ത്ഡേയും സൂചിപ്പിക്കുന്ന എന്താ? കേക്കൊക്കെ മുറിക്കുന്നുണ്ട്, പക്ഷേ മരണം അടുത്തു എന്നാണ്. കുഞ്ഞുങ്ങളിനി ശല്യം ചെയ്യരുത്, മനസ്സിലായില്ലേ? കേക്കൊക്കെ വെച്ച് മുറിക്കൂല. എൻ്റെ അർത്ഥം ഇത്രയാ, മരണത്തോട് ഞാൻ അല്പം കൂടെ അടുത്തു, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? പാപം ചെയ്യാത്ത ശരീരത്തിന് മരണമില്ല, അതുകൊണ്ട് തന്നെ പ്രായം ബാധിക്കില്ല, കാലം ബാധിക്കില്ല. അപ്പോൾ ഈ 1-2 ദിവസത്തിൻ്റെ ഈ കണക്കൂട്ടൽ നടത്തിയ ആളിൻ്റെ ഉള്ളിലിരിക്കുന്ന ധാരണ പിശകുള്ള, ഇത് മാറ്റേണ്ട പണിയാണ് നമുക്കുള്ളത്. സന്തോഷമല്ലേ? മനസ്സിലാകുന്നുണ്ടോ? ഒറ്റ വാക്കിൽ പറയാം, ബൈബിൾ ഒരു ശാസ്ത്രഗ്രന്ഥമൊന്നുമല്ല, ചരിത്ര ഗ്രന്ഥവുമല്ല, തത്വചിന്താ ഗ്രന്ഥവും ഒന്നുമല്ല. പക്ഷെ ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇത് ശാസ്ത്രവിരുദ്ധമല്ല, ചരിത്രവിരുദ്ധമല്ല, ചരിത്രത്തിന് യോജിക്കാത്ത ഒരു വസ്തുത ഇതിൻ്റെ ഉള്ളിലില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ ലോകമൊക്കെ പേർവഴി ചാർത്തണം എന്നൊരു വിളംബരം പുറപ്പെട്ടു, ഒരു കൽപ്പന. റോമൻ സാമ്രാജ്യം വന്നിട്ട് ഉത്തരവാണ്, അവരുടെ ആധിപത്യത്തിന് കീഴിലുള്ള സ്ഥലം, അവിടെയൊക്കെ പേർവഴി ചാർത്തണം. നിങ്ങൾ പരിശോധിക്ക്, അത്ര സെൻസസ് നടന്നതായി ചരിത്രത്തിലുണ്ട്. അപ്പം അങ്ങനെ ബൈബിൾ ശാസ്ത്രത്തോട് സാമൂഹ്യ ചിന്തയോട് ഒക്കെ ചേർന്ന് നടന്നു. അതാണ് എൻ്റെ ആധികാരികത. അവസാനത്തെ പോയിന്റ്, പ്രിയപ്പെട്ടവരെ,
ബൈബിൾ ആധികാരികം എന്നുള്ള അടുത്ത തെളിവിടെ പറയാം. അത് ബൈബിൾ കൈകാര്യം ചെയ്യുന്ന പ്രവചനമാണ്. പ്രോഫസി, തിങ്സ് ടു കം, വരാനുള്ളതെന്തോ അത് പറഞ്ഞു. ലോകത്ത് ഏതൊരു ഗ്രന്ഥത്തിൽ ഇത്തരം പ്രവചനങ്ങൾ നിറവേറിയത് നിങ്ങൾക്ക് കാണിക്കാം. ഒരു കാര്യം ബൈബിൾ മുൻകൂട്ടി പറയുക, കാലഘട്ടം ഏറെ കഴിഞ്ഞിട്ട് അത് സംഭവിക്കുക, ആ സംഭവങ്ങളെ പിൽക്കാലഘട്ടത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. അതങ്ങനെ തന്നെയോ എന്ന് പുരാവസ്തുശാസ്ത്രം അന്വേഷിച്ച് സ്ഥിരീകരിക്കുക. അങ്ങനെ ഉറപ്പിക്കപ്പെട്ടതാണ് ഈ വിശുദ്ധ ബൈബിൾ. ഇതിലെ പ്രവചനങ്ങളെല്ലാം അങ്ങനെ. ഞാൻ ആത്മീയ പ്രവചനങ്ങളെ മാറ്റിവെക്കാം. കന്യഗർഭിണിയായൊരു മകനെ പ്രസവിക്കും, അത്തരം വചനങ്ങളെ ഞാൻ മാറ്റിവെക്കുന്നു. കാരണം ആത്മീയ സ്വഭാവമാണ്, അതെല്ലാവരും വിശ്വസിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല ലോകത്തോട് പറയുമ്പോൾ. പക്ഷെ ഒരു കാര്യം, യേശുവുമായി സംബന്ധിച്ചുള്ള ഇതര കാര്യങ്ങളെല്ലാം 100% കൃത്യതയോടെ നിറവേറിയെങ്കിൽ കന്യഗർഭിണിയായി എന്ന പ്രവചനവും അതേ കൂടെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് യാതൊരു വൈഷമ്യവുമില്ല. ഇനി വിമർശിച്ച് നമ്മളെ പറയുന്നൊരു കാര്യമാണ്, യേശു കരഞ്ഞു. ദൈവം കരയുമോ? ദൈവം ക്രൂശിൽ കിടന്ന് രക്ഷിക്കാൻ കഴിയാത്ത, തനിക്ക് തന്നെ രക്ഷപ്പെടാൻ കഴിയാത്ത ഒരാൾ നമ്മളെങ്ങനെ രക്ഷിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുന്നവരുണ്ട്. അവരോട് ഉത്തരവൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ രക്ഷയെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് അവർക്കറിയില്ല. അപ്പോൾ ഞാനത് ഒന്ന് പറഞ്ഞുതരാം. സാന്ദർഭികമായി ഒരു ക്രൂശ് മരണം സംഭവിച്ചിട്ട് വേദനപ്പെട്ടിട്ട് കരയുകയാണോ ക്രിസ്തു? അല്ല. യേശുവിൻ്റെ കരച്ചിൽ പോലും 1000 ആണ്ട് മുമ്പ് എഴുതി വച്ചിരുന്നു ഈ ലിഖിതത്തിൽ. അതാണ് 22-ാം സങ്കീർത്തനം. എലിഹോ എലിഹോ ലമ്മാ ശബക്താനി. ഇതെന്ത് എഴുതി വെച്ചോ 22-ാം സങ്കീർത്തനത്തിൽ അനുബന്ധം വായിക്കണം. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു, കാളകൾ എന്നെ വളഞ്ഞു. പിന്നെ അടുത്ത സങ്കീർത്തനത്തിൽ കിടക്കുക, എൻ്റെ അങ്കിക്കായി ചീട്ടിടുന്നു, എൻ്റെ പ്രാണ സ്നേഹിതനായിരുന്നു നീ, എന്നെ ഒറ്റിക്കൊടുത്തു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു എവിടെ ജനിക്കണമെന്ന് ഈ പുസ്തകം മുൻകൂട്ടി എഴുതി വെച്ചു. അത് വലിയൊരു പ്രവചനത്തിൻ്റെ ഒരു വലിയ ചാലാണ്. ഒരു ചെറിയ ഉറവ പൊട്ടിപ്പുറപ്പെട്ട് ഒരു മഹാസമുദ്രമാകുന്ന കാഴ്ച കാണാം. യേശുവിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം ഉൽപ്പത്തി 3:15 കിടക്കുക. അതെങ്ങനെയാ? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അവരൊരു കാര്യം പഠിക്കണം, യേശുവിൻ്റെ പേര് സ്ത്രീയുടെ സന്തതി. അത്രേ ഉള്ളൂ. ഉൽപ്പത്തി തീരുന്ന ഇടത്ത് പ്രവാചകൻ പൂർത്തീകരിക്കുകയാണ്. ഈ സ്ത്രീയുടെ സന്തതി ജനിക്കുന്ന കുലം യഹൂദ, ഒരു ബാലസിംഹം. അവൻ സിംഹി പോലെ പതുങ്ങിക്കിടക്കും. അവകാശമുള്ളവൻ വരുവോളം രാജദണ്ഡ് ചെങ്കോൽ അവൻ്റെ കാൽക്കീഴിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. അപ്പോൾ സ്ത്രീയുടെ സന്തതിയിൽ തുടങ്ങി യേശു ജനിക്കേണ്ട ഗോത്രം വിശദീകരിച്ചു. ഉൽപ്പത്തി തീരുമ്പോൾ അവിടുന്ന് അടുത്തൊരു പ്രവാചകൻ, അദ്ദേഹം വന്നിട്ട് ഇയാളുടെ കാര്യം പറയാനുണ്ട്. ബിലയാമിനെ പറ്റി കേൾക്കുമ്പോഴേ നമുക്കൊരു മതിപ്പില്ല അല്ലേ? വല്ലാത്തൊരു മനുഷ്യനല്ലേ? സാമ്പത്തികത്തിന് വേണ്ടി തെറ്റിപ്പോയൊരു മനുഷ്യനാണ്, പണം തെറ്റിച്ച് കളഞ്ഞൊരു മനുഷ്യനാണ്. ഞാനിത് വായിക്കുമ്പോൾ ഓർക്കും, ഇയാളുടെ ആ പ്രവചനം തെറ്റിപ്പോയിട്ടും ഒരു ദൂത് പറയാ. എന്തെന്നറിയണ്ടേ? യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, അത് മോവാബിൻ്റെ പാർശ്വങ്ങളെ തകർക്കും, തുമുല പുത്രന്മാരെയൊക്കെ സംഹരിക്കും. യേശുവിനെ പറ്റിയ ഇയാൾ ഇത്ര ഉഴപ്പനായപ്പോൾ ഈ ദൂതിന് ഇത്ര ശക്തിയാണെങ്കിൽ നേരെ നിന്നാലോ? ഇത് പുള്ളിക്ക് മാത്രമല്ല, നമുക്കും ബാധകമാണ്. ഹല്ലേലൂയ. നേരെ നിന്നാൽ നമുക്ക് ദൈവം തരാനിരിക്കുന്ന ദൂതിൻ്റെ കനം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ തീഷ്ണത, ആ തീവ്രത, യേശു ജനിക്കുന്ന ആ കുടുംബം കുലം പറയുക, യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും. അടുത്ത പ്രവാചകൻ വന്നിട്ട് ആ ജനന രീതി വിശദീകരിക്കുക. അത് യെശയ്യാവാ. കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും. ഉൽപ്പത്തിയുടെ ഗ്രന്ഥകാരൻ സ്ത്രീ എന്ന് പേരിട്ട ആ സ്ത്രീയുടെ വിലാസം, സവിശേഷത, പ്രൊഫൈല് കുറെ കൂടി വ്യക്തമായിട്ട് പറയുക, അത് കേവലം ഒരു സ്ത്രീയല്ല, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. എന്നിട്ട് അടുത്ത യേശുവിൻ്റെ സവിശേഷത പറയുക, അവൻ അത്ഭുത ആലോചനക്കാരൻ. അത്ഭുത മന്ത്രി എന്നുള്ള പരിഭാഷ പോരാ,
അത്ഭുത ആലോചനക്കാരൻ, വീരനാം ദൈവം, നിത്യതയുടെ പിതാവ്, ഫാദർ ഓഫ് ഇറ്റേണിറ്റി, അതാ കറക്റ്റ്, നിത്യതയുടെ പിതാവ്, സമാധാന പ്രഭു എന്നിങ്ങനെ പേർ വിളിക്കും. പ്രവചനം വീണ്ടും ശക്തിപ്പെട്ടു. അടുത്ത പ്രവാചകൻ വന്നിട്ട് യേശു ജനിക്കുന്ന സ്ഥലം പറഞ്ഞു. ബേത്ലഹേ, എബ്രാത്തയിലെ ബേത്ലഹേ. അതും ശ്രദ്ധിക്കണം. ഇവിടെ അടുത്ത് വാളകം എന്നൊരു സ്ഥലമുണ്ടല്ലോ. വാളകം എന്ന് വേറൊരു സ്ഥലം എറണാകുളത്തുണ്ട്. അപ്പോൾ വാളകത്ത് ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന് പറഞ്ഞാൽ 2 വാളകമുള്ളൂ, നമ്മൾ തേടി പോകണം അല്ലേ. അന്ന് 2 ജെറുസലേമുണ്ട്, 2 ബേത്ലഹേമുണ്ട്. 2 ബേത്ലഹേം. തെറ്റിപ്പോകാതിരിക്കാൻ പ്രവാചകൻ കൃത്യത പറയുക, എബ്രാത്തയിലെ ബേത്ലഹേമിൽ നിന്ന് അവൻ ജനിക്കും. കൃത്യം. അടുത്ത ആൾ വന്നിട്ട് പറയുക, അവൻ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കപ്പെടും. 30 വെള്ളി നാണയം. ആ നാണയം കൊണ്ട് കുശവന്റെ നിലം വിലക്ക് വാങ്ങി. അതിന് രക്തനിലമെന്ന് പേർ വരും. അടുത്ത പ്രവാചകൻ വന്നിട്ട് ഒറ്റിക്കൊടുക്കപ്പെടുന്ന രീതി വിശദീകരിച്ചു. ചുരുക്കത്തിൽ ഈ വിശദീകരണങ്ങളെല്ലാം നിൽക്കെ യെശയ്യാ നമ്മളൊരു ചോദ്യം, അതാ കർത്തൃമേശയ്ക്ക് വായിക്കുന്നത്, ഞങ്ങൾ കേൾപ്പിച്ചതാർ വിശ്വസിച്ചു. ഞങ്ങളെ ഉൽപ്പത്തി മുതൽ ഞങ്ങൾ തുടങ്ങിയതാ, ഞങ്ങൾ കേൾപ്പിച്ചതാർ വിശ്വസിച്ചു. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്ന പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാമോ ദൈവം അവനെ ആദരിച്ചതുമില്ല എന്ന് വിചാരിച്ചു. അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ പാപങ്ങൾ നിമിത്തം മുറിവെറ്റി മരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. 7 നൂറ്റാണ്ട് മുമ്പ് എഴുതി വെച്ചത് എന്തോ അത് ജീവിതത്തിൽ സംഭവിച്ച അനുഭവങ്ങളുടെ ആകത്തുകയാ യേശുവും അവിടുത്തെ സുവിശേഷവുമെങ്കിൽ ആ സുവിശേഷം ലോകത്തിലെല്ലാം അതിശക്തിയോടെ വളരാൻ കാരണമെന്താ? അത് ആ സുവിശേഷത്തിൻ്റെ ആധികാരികത, ഈ തിരുവെഴുത്തിൻ്റെ ആധികാരികത, ഈ പുസ്തകത്തിൻ്റെ ആധികാരികത. സ്തോത്രം. അപ്പോൾ നമുക്ക്, ഞാൻ മുഖവുര അത്രേ പറയുന്നുള്ളൂ, മറ്റൊരു സന്ദേശം കൂടി പറഞ്ഞ് ഞാനിപ്പോൾ സംസാരിക്കാം. അപ്പം നേരെ എത്തും. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാം നമ്മോട് പറയാൻ ഒരു വാഗ്ദാനമുണ്ട് അല്ലേ? അങ്ങനെയാണ് വോട്ട് വാങ്ങുന്നത്. ഈ വാഗ്ദാനമൊന്നും മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഇവരൊക്കെ ഇത് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ നമ്മൾ ഈ സഞ്ചരിച്ച റോഡും അല്ലേ, ഈ എയർപോർട്ടും എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരു കക്ഷി ചെയ്തു വെക്കുന്നു, കുറേ നാൾ എതിർത്തിട്ട് വീണ്ടും അടുത്ത കക്ഷി വന്ന് ചെയ്യുന്നു, അപ്പോൾ തിരിച്ചെതിർക്കും. ഇതൊക്കെ ഇതിനെ നിരാകരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഇവരൊന്നും ചെയ്യുന്നില്ലെന്ന് ആരെക്കുറിച്ചും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ കേരളം ഇവിടെ വന്നത് പാർട്ടികളുടെ ഭരണവും ഇടപെടലും ഒക്കെ കൊണ്ട് നമ്മൾ നിരുത്തരവാദപരമായി വിമർശിക്കാൻ പാടില്ല. അതിൽ കഴമ്പ് വേണം. നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അങ്ങനെയാ. അപ്പോൾ ഇതിൽ മലയാളികളായ നമ്മളോട് കുറേ കൂടി വീര്യമുള്ളൊരു വാഗ്ദാനം പറയണമെന്ന് അവർക്കുണ്ട്. രാഷ്ട്രീയക്കാർക്ക് കുറെ കൂടി കട്ടിയുള്ളൊരു വാഗ്ദാനം. നമ്മളതിനെ ആകത്തുകയിൽ പരിശോധിച്ച് ഒരു രാഷ്ട്രീയ ബോധം, രാഷ്ട്രീയത്തിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രത്തോടുള്ള ഒരു കക്ഷിയുടെ സമീപനമാണ്. വസ്തുത എങ്ങനെയാണ്? എക്കണോമിക്സിനെ എങ്ങനെ ഒരു പാർട്ടി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയം. സമ്പദ് വ്യവസ്ഥയെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ, നമ്മൾ കൊടുത്ത പൈസ, നികുതി കൊടുത്ത പൈസ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അത്രേ ഉള്ളൂ. നമ്മുടെ തന്നെ ക്യാഷ് നമുക്കതെങ്ങനെ ഉപയോഗിച്ച് തരും. റോഡാക്കുവോ, അത് എയർപോർട്ടാക്കുവോ, അല്ലെങ്കിൽ ക്ഷേമ പെൻഷനാക്കുവോ എന്നൊക്കെ അവർ തിരിച്ചു പറയുന്നു. അതാണ് പൊളിറ്റിക്സ്. എന്നാലൊരു പാർട്ടി വന്നിട്ട് പറയുക, ഞങ്ങളോട് കൂടിയാൽ എന്നും ത്യാഗമായിരിക്കും, എന്നും കഷ്ടപ്പാടായിരിക്കും, ദാരിദ്ര്യമായിരിക്കും, ദുഃഖമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, കൂടെ നിന്നാൽ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാകും, ഈ ലോകം എന്നും നമ്മളെ പേടിപ്പിക്കും, ഭയപ്പെടുത്തും. ഇങ്ങനെ പറഞ്ഞ അണികളെ കൂട്ടിയ ഒറ്റ നേതാവേ ഉള്ളൂ, അത് യേശുവാണ്. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നൊരു നേതാവിൻ്റെ കൂടെ ഒരു മനുഷ്യനും നിൽക്കാൻ കഴിയില്ല. ആ ജനങ്ങൾക്ക് വേണ്ടത് ആവേശം കൊള്ളിക്കുന്ന നേതാവിനെയാ പ്രസംഗിച്ച് ജനങ്ങൾക്ക് വേണ്ട വിൽസൺ ചർച്ചിനെ പോലുള്ള ആളുകളെയാ. ആ വിൽസൺ ചർച്ചിലും ഹിറ്റ്ലറും തമ്മിൽ നടന്ന പ്രസംഗങ്ങളൊക്കെ എന്താ, അത് കേൾക്കേണ്ടതാ. ഞാൻ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗം കേൾക്കും, ഭയങ്കര ചിന്തിക്കാനും പറയാനൊക്കെ ഒത്തിരി ഉണ്ട്.
ഒത്തിരി കാര്യങ്ങൾ അവർ പറയുന്നത്. അപ്പോൾ ഒരുത്തൻ കഴിഞ്ഞ ആഴ്ച വന്നൊരു വിശദീകരണ യോഗത്തിൽ പറഞ്ഞതിൻ്റെ മറുപടി അവിടുത്തെ ആൾ കേട്ട് പറയും, ഇന്നാൾ ഇന്നതൊക്കെ പറഞ്ഞു സാറേ, നമ്മൾ തിരിച്ചു പറയണം, ഇയാൾ ഇതിരിട്ടടിക്കും. അത് നമുക്കറിവാണ്. ഹിറ്റ്ലറെക്കുറിച്ച് പറയുന്നത് പൊക്കം കുറഞ്ഞൊരു മനുഷ്യൻ. അദ്ദേഹം ഒരു ട്രാക്ടർ പോലൊരു വണ്ടിയിൽ വരും. ഹിറ്റ്ലറുടെ പ്രസംഗം വെറും 5 മിനിറ്റൊക്കെ കാണുള്ളൂ, സമയമില്ല. ആ 5 മിനിറ്റ് കൊണ്ട് പ്രഭാഷണ കലയുടെ ഉജ്ജ്വലമായൊരു ലോകം അവിടെ സൃഷ്ടിക്കുന്നു. 5 മിനിറ്റ് വീര്യമുറ്റ പ്രസംഗ, 5 മിനിറ്റ് എടുക്കൂ. കരുണാനിധി എന്ന് പറഞ്ഞൊരു ഒരു പ്രസംഗനുണ്ട്, ഉണ്ടായിരുന്നു, മരിച്ചുപോയി. ശാലിൻ്റെ ഒക്കെ പിതാവ് എം കരുണാനിധി. എന്തൊരു വാക്വിലാസമാണ്. നിങ്ങൾ ചില പ്രസംഗങ്ങളൊക്കെ ഇന്നത്തെ കേട്ടാ വേണ്ട. നമ്മുടെ സ്വന്തം ശശി തരൂർ, വിസ്ഫോടനാത്മകമായ പ്രസംഗം, ചിന്താർഹമായ പ്രസംഗം, ഉജ്ജ്വലമാണ് ആ വാക്കുകൾ. ഈ വാക്കുകളിലെല്ലാം അണികൾക്ക് ആവേശം ചൊരിയണം. അണികളുടെ ഉള്ളിൽ പുത്തൻ ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വേണം. പക്ഷെ യേശു എന്ന പ്രസംഗകൻ ഇതിലെല്ലാം വ്യത്യസ്തനാണ്. അണികളുടെ ഉള്ളിലേക്ക് പാപബോധത്തിൻ്റെ കൂരമ്പുകൾ അയച്ചിട്ട് പൊട്ടിക്കരയാൻ, പാപമേറ്റു പറയാ, ഹൃദയാന്തര ഭാഗത്ത് വന്ന് തറയ്ക്കുന്ന ആ അസ്ത്രങ്ങൾ തുരുതാതറച്ചപ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ നെടുമ്പാടെ വീഴാൻ പഠിപ്പിച്ച പ്രസംഗത്തിൻ്റെ ഉജ്ജ്വലമായ ഇടപെടൽ അത് യേശുവിന് മാത്രം സാധിക്കുന്നതാ. മാത്രമല്ല, കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തുന്നവനല്ല ക്രിസ്തു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ പ്രസംഗത്തിൽ പാപബോധം ജനിക്കുന്നതേ മറ്റൊരു നിലയില്ല. അത് ഞാൻ ഒന്ന് ബോധ്യപ്പെടുത്താം. ഞാനിതുവഴി വരിക, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെന്ന് കൂട്ടുക. ഈ സഭയിലൊരു വിശ്വാസി അവിടെ നിൽക്കുക, വണ്ടി പിടിക്കുക. പുള്ളി എന്നെ കണ്ടു. എന്നെ കണ്ടപ്പോൾ മനസ്സിലായി, ഇങ്ങോട്ടാണെന്നും മനസ്സിലായി. എൻ്റെ കയ്യിൽ ഇല്ല, ലൈസൻസ് ഇല്ല. അതൊക്കെ അകപ്പാടെ നോക്കി, അയ്യോ പാസ്സായിരുന്നു. ഒരു കാര്യം അറിയോ, എന്നെ വെറുതെ വിടാൻ അദ്ദേഹത്തിന് നിയമമില്ല. അത് കുറ്റമാണ്, കുറ്റകൃത്യം. അത് ബാക്കി ആളിവിടെ നിൽക്കുക. അദ്ദേഹത്തിന് എന്നെ വെറുതെ വിടാതിരിക്കാനും പറ്റില്ല. അത് ഒരു ധാരണയുണ്ടല്ലോ, നമ്മൾ തമ്മിലുള്ള മാനസികമായൊരു ധാരണ. അദ്ദേഹത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഗ്രേസ് ഇല്ലേ, ഞാൻ അർഹിക്കുന്ന അത്. എന്നാൽ ഞാൻ ഇവിടേക്ക് വരിക, വന്നുപോയി. അദ്ദേഹം എന്ത് ചെയ്തു? അയ്യോ എന്ത് പറ്റി? ഞാൻ പുതുക്കാൻ കൊടുത്തു, കിട്ടിയില്ല. ആ സാരമില്ല. 1000 ഉറുപ്പികയുടെ ഫൈൻ അപ്പുറത്ത് പോലീസുകാരൻ എഴുതണ്ടെന്ന് വെച്ചപ്പോൾ ഈ എസ് ഐ പറയാ, എഴുതിക്കോ കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ ഭയന്ന് നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു, പോക്കോ. ഒന്നും പറയുന്നില്ല. ഞാൻ പോയി. ഞാൻ അദ്ദേഹത്തോട് നന്ദിയൊക്കെ തോന്നും. ഒരു 3-4 ആഴ്ച കഴിഞ്ഞ് ഞാൻ നേരെ കൊട്ടാരക്കര വഴി തിരുവനന്തപുരത്തിന് പോകുമ്പോൾ ഇതേ രൂപത്തിൽ വരിക. പുള്ളി കൈ കാണിച്ചു. ആ എവിടേക്കാ? ഇന്നിടത്തേക്കാ. ലൈസൻസ് ആയില്ലല്ലേ? ഇല്ല. വീണ്ടും അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പണം എടുത്തു. ഇങ്ങനെ ചെയ്ത ഒരു മനുഷ്യനെ കാണുമ്പോൾ എനിക്ക് തോന്നേണ്ട ഒരു തോന്നലുണ്ട്. ഒന്നാമത് ലജ്ജ, നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്തതിലുള്ള കുറ്റബോധം. സർവോപരി ഒരു കുറ്റവും ചെയ്യാത്ത മനുഷ്യൻ്റെ പണം ഞാൻ നിമിത്തം പോയി. ഈ ബോധമെന്നിൽ അങ്കുരിപ്പിക്കുന്ന പ്രക്രിയ ക്രൂശിൽ നടന്ന് കുറ്റം പറച്ചിലില്ല, വിചാരണയില്ല, ചാട്ടവാറിനടിയില്ല, ആക്ഷേപമില്ല. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഈ നിരപ്പിൻ്റെ പ്രക്രിയ ക്രൂശിൽ നടന്നപ്പോൾ സംഭവിച്ചതെന്ത്? വിവരിക്കാനാവാത്തൊരു പൊതുജനത്തിൻ്റെ, ഒരു പുതിയ സമൂഹത്തിൻ്റെ ആവിർഭാവം. പുനരാഗമന ചിന്തകളൊക്കെ നമുക്ക് നാളെ കടന്നു പോകാം. ഇന്നിവിടുന്ന് പോകുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ ഉദ്ധരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വാഗ്വിസ്മയത്തിൻ്റെ തത്വചിന്താപരമായ ആശയങ്ങളുടെ പ്രവാഹമല്ല യേശുവിൻ്റെ ശുശ്രൂഷയുടെ സവിശേഷത. ഹൃദയാന്തർഭാഗത്ത് തറയ്ക്കുന്ന മൂർച്ചയേറിയ ചില ചിന്തകൾ നമുക്കറിയാം. ആളുകളേറെ വെറുക്കുന്നൊരു ക്യാരക്ടറാണ് ചുങ്കക്കാരൻ. മുമ്പേ പറഞ്ഞല്ലോ, ഫൈൻ അടിക്കുന്ന പോലീസിനോടും ഒക്കെ നമുക്ക് സ്വാഭാവികമായി ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ അവരുടെ ജോലിയാണ്, ചെയ്യാതിരിക്കാൻ വയ്യ.
നമ്മൾ ആ സത്യം കൂടി മനസ്സിലാക്കണം. ഒരു ഭാഗത്തിൽ അതൊരു സത്യമാണ്, വെറുതെ അല്ല, അദ്ദേഹത്തിന് ഏൽപ്പിച്ചു വിട്ടൊരു ഉത്തരവാദിത്വമുണ്ട്. ചുങ്കം പിരിക്കുന്ന സക്കായി എന്ന മനുഷ്യൻ ഇതിൽ അപ്പുറത്തൊരു കുറ്റവുമുണ്ട്. പറയപ്പെട്ടതിനേക്കാൾ അധികം തുക വസൂലാക്കുന്ന ഒരു അഴിമതിക്കാരനാ ഈ സക്കായി. അതുകൊണ്ട് ആളുകളേറെ വെറുത്തു, ഈ ചുങ്കം പിരിക്കുന്നവരെ വല്ലാതെ വെറുത്തു. പെൺകുട്ടികളെ ഈ വീട്ടിലേക്ക് വിവാഹം കഴിച്ചയക്കില്ല, ഇതുപോലൊരു ബന്ധമേ അയാൾക്ക് കിട്ടൂ. അപ്പോഴൊക്കെ ഇത്തരം വിവാഹാലോചനകൾ ആ നാട്ടിൽ വരുമ്പോഴൊക്കെ പറയും, അവൻ കൊടുക്കുന്ന അന്നമില്ലേ അതിൽ ആരുടെയൊക്കെയോ ശാപമുണ്ട്. ഒരു മയവുമില്ലാതെ അവൻ ഇടപെട്ടപ്പോൾ ചിലരെ കണ്ണീരുണ്ട്. നോക്കണം, ബാർ മുതലാളിക്ക് മകളെ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മറ്റൊരു ബാർ മുതലാളിയുടെ മോളെയാ കിട്ടുന്നത്. എന്തായിരിക്കും എൻ്റെ കാരണം? അവർ തമ്മിലേ സമരസപ്പെടൂ. നേരാമണ്ണം പോകുന്നവന് സമ്പത്തിനേക്കാൾ വലുതെന്താ? മനസമാധാനം എന്നൊരാശയമുണ്ട്. ആ മനസമാധാനം വീട്ടിൽ മാത്രം കിട്ടുന്നതല്ല, ഇയാൾ നിമിത്തം നശിച്ചുപോയ 100 കുടുംബങ്ങളുണ്ട്. മദ്യം വാറ്റിക്കൊടുത്ത് കുടിച്ച ആ മനുഷ്യൻ വാഹനമോടിച്ച് ഇടിച്ചു കൊന്നത് എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളെയാകാം. എത്രയോ വിധവമാരെ ഈ മദ്യം സൃഷ്ടിച്ചു. ഈ ഓർമ്മപ്പെടുത്തലുകൾ ഒരു ശാപമായി അത് വിറ്റവനും കൊടുത്തവനും ഒക്കെ വന്ന് ഭവിക്കുമെന്നേ. സക്കായിക്കും ഇങ്ങനെ. പക്ഷെ ഇവർക്കൊരാഗ്രഹമുണ്ട്, എവിടെങ്കിലും ഇതൊന്ന് ഉപേക്ഷിക്കണം, ഇവിടെങ്കിലും ഇതൊന്ന് കളയണം, ഇവിടെങ്കിലും ഈ പാപമെങ്കിലുമായ ജീവിതം ഒന്ന് വലിച്ചെറിയണം. പക്ഷേ ചെല്ലുന്നിടത്തല്ല അവഹേളനം, ചെല്ലുന്നിടത്തല്ല അവഗണന. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്തരം കോടീശ്വരന്മാര് ലോകം ബഹുമാനിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇവൻ സമ്പാദിച്ച സമ്പത്തിനെ കുറിച്ച് ഒരവജ്ഞ? ആരും അവനെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നില്ല, ആരും അംഗീകരിക്കുന്നില്ല. അവൻ പറയും, തലമുറയായി ചെയ്തു വന്നൊരു തൊഴിലാ, എനിക്ക് മറ്റൊന്നും അറിയില്ല, പണം ആവശ്യത്തിന് കുമിഞ്ഞുകൂടി, പക്ഷെ സന്തോഷമില്ല. പോകും വഴിക്കൊക്കെ താൻ അനാഥമാക്കി എത്രയെത്ര കുടുംബങ്ങളുടെ നിലവിളി, താൻ നിമിത്തം തകർന്നു പോയ എത്രയെത്ര കുടിലുകൾ, അതെന്തും ഒരു സത്യമല്ലേ? പക്ഷെ ഇത്തരം സക്കായി യേശുവിനെ പറ്റി ധാരാളം കേട്ടു. ആ കേൾക്കുന്ന മനുഷ്യൻ ഒന്ന് കണ്ടേക്കാ, വെറുതെ ഇങ്ങനെ കേട്ടൊരു മനുഷ്യൻ ഒരു സെലിബ്രിറ്റിയെ കാണുന്ന ആകാംക്ഷയോടെ ഒന്ന് കണ്ടേക്കാ. ഈ മരത്തിൽ കയറി അതെങ്ങനെ ഇരിക്കും, ജസ്റ്റ് ഒന്ന് കാണണം. അടുത്ത് വരുമ്പോൾ യേശു അവിടെ നിന്നു, അവൻ്റെ പേർ ചൊല്ലി വിളിച്ചു, ഇങ്ങോട്ട് വാ. ഒരു ജനത്തിരക്കുള്ള ഇടത്ത് നിന്ന് നിങ്ങളെ ഒരു പ്രമുഖൻ പേർ ചൊല്ലി വിളിക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ. കാരണം കൊള്ളരുതാത്തൊരുത്തന്നെ വിളിക്കുന്നത്, ഇങ്ങി വാ. ലോകത്തിലെ സകല മനുഷ്യരും കൂട്ടുപിടിക്കുന്ന അറിയാ, നിലവാരമുള്ളൊരുത്തനെ കൂട്ടുപിടിക്കാൻ പറയും. പക്ഷെ പാപിയെ, ആത്മപാപിയെ, നികൃഷ്ടനെ, ശാപഗ്രസ്തനെ കണ്ടിട്ട് പറയുക, നമുക്കിന്ന് ഒരുമിച്ച ഭക്ഷണം, അത് നിൻ്റെ വീട്ടിൽ, ഞാൻ അങ്ങോട്ട് വരിക. അവൻ്റെ ഉള്ളം കിടുങ്ങിയിട്ട് പറയുക, തമ്പുരാനെ, എൻ്റെ ഭക്ഷണത്തിൽ എൻ്റെ ഭാര്യ ചപ്പാത്തി ഉണ്ടാക്കിയാൽ, ചിക്കൻ കറി വെച്ചാലേ അത് സമാധാനത്തോടെ വാരിക്കഴിക്കാൻ കഴിയാത്തൊരു ശാപം കുടുംബത്തിൽ വ്യാപരിക്കുന്നുണ്ട്. അനീതിയുടെ, ഒത്തിരി പേരെ കൊന്നുകളഞ്ഞതിൻ്റെ, ഒത്തിരി വിധവമാരെ സൃഷ്ടിച്ചതിൻ്റെ ശാപം. പക്ഷേ ഈ കുറ്റബോധം അലട്ടുന്നവനെ അരികിൽ നിർത്തിയിട്ട് കർത്താവ് പറയുക, ഞാൻ നിൻ്റെ കൂടെ കൂടുമ്പോഴേ ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷ മുഴുവൻ റദ്ദ് ചെയ്തിട്ട് നമ്മെ സ്വതന്ത്രരാക്കി വിടുന്ന ആ പ്രഖ്യാപനത്തിൻ്റെ കീഴിൽ ആളുകൾ ആയിരങ്ങൾ അണിനിരന്ന് ഇവരുടെയൊക്കെ മാന്ത്രിക ലോകം, മായാലോകം എവിടൊക്കെയോ നശിച്ചു പോയപ്പോൾ നസ്രായൻ ആവിർഭവിപ്പിച്ച, അവൻ അങ്കുരിപ്പിച്ച, സ്വന്തം രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയ സഭ എന്ന മഹാസൗധം ഓരോ നിമിഷം കഴിയുമ്പോൾ ഇങ്ങനെ കരുത്തോടെ ഉയരാൻ കാരണമെന്താ? അതാ ഈ പുസ്തകത്തിന്റെ ആധികാരികത, ഇതിൽ വിരാജിക്കുന്ന നസ്രയനായ യേശുവിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ മഹാത്മ്യം. അതുകൊണ്ട് ഈ ക്ലാസ് പഠിക്കാൻ വിശേഷിച്ച് കുഞ്ഞുങ്ങൾ, യുവതലമുറ, നാളെ നമ്മൾ പ്രാവചനിക വിഷയത്തിലൂടെയൊക്കെ പകലും രാത്രിയിലും ധാരാളമായി സഞ്ചരിക്കും. നിങ്ങൾ പ്രാർത്ഥനാ പുരസ്സരമെത്തണം. സെക്കൻഡ് കമ്മിങ്ങിലേക്ക് നേരെ അഡ്രസ്സ് ചെയ്യാൻ നിരവധി സംഭവങ്ങൾ ഈ കാലഘട്ടം നമ്മുടെ കർത്താവ് വരുന്നതിനോട് ബന്ധപ്പെട്ട് അവൻ്റെ വരവ് സമാഗതമായി എന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ മിഡിൽ ഈസ്റ്റിൽ, നമ്മുടെ ഇന്ത്യയിൽ, ലോകത്തിൻ്റെ പലയിടങ്ങളിൽ സംഭവ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാനും നിങ്ങളും വന്നെത്തിയിരിക്കുന്നത്. കുട്ടികൾ അധികം ജാഗ്രതയോടെ അത്തരം വിഷയങ്ങളെ കാണേണ്ടതുണ്ട്.
മൃഗം സംസാരിച്ചുവെന്നും പ്രതിമ സംസാരിച്ചുവെന്നുമൊക്കെ ഒരു കാലഘട്ടത്തിൽ പ്രവാചകന്മാർ എഴുതി വച്ചത് വ്യാജമാണെന്ന് ചിന്തിച്ചവരുടെ മുമ്പിൽ ആധുനികമായ സാങ്കേതിക വിദ്യകൾ അതൊക്കെ അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തെളിവായി നൽകിത്തരുമ്പോൾ ഭക്തൻ തലകളെ ഉയർത്തണം. നമ്മുടെ കർത്താവ് വരാറായി, നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ കാഹളം മുഴങ്ങാറായി. നോക്കണം. തൊട്ടടുത്ത് ഇങ്ങനൊരു രണ്ടുപേര് താമസിക്കുക. ഇനി അതിനോട് പറയാം, നമ്മൾ അവരെ മോശക്കാരാക്കാനോ കല്ലെറിയാനോ ആക്ഷേപിക്കാനോ ഒന്നും പോലില്ല. അവരുടെ സ്വാതന്ത്ര്യം അവിടെ ആരോടെ ജീവിച്ചോട്ടെ. നമുക്ക് ആദ്യം ഒരു ചിരിയും തമാശയൊക്കെ തോന്നുമെങ്കിലും കുറേ കഴിയുമ്പോൾ ഇത്തരം ആളുകളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു കാര്യം മാറ്റിവെച്ചാൽ അവർ നല്ല ക്വാളിറ്റി ഉള്ളവരാണ്. അപ്പോൾ നമ്മൾ കണ്ടു, വിഷ് ചെയ്തു, നമ്മൾ നമ്മുടെ വഴിക്ക് പോയി. ഒരു ദിവസം ഇവരിൽ ഒരാൾ പറയുക, ഞാനൂടെ ആ ചർച്ചിലേക്കൊന്ന് വരട്ടെ, ഞങ്ങൾക്കൊരു താല്പര്യം. കേട്ട ആൾ ഇവിടെ വന്ന് പാസ്റ്ററോട് ചോദിച്ചു. പാസ്റ്റർ പറഞ്ഞൊരു കാര്യം, നമുക്ക് കമ്മിറ്റിയിൽ നിന്ന് വെക്കാം. അപ്പോൾ കുറേ പേര് പറഞ്ഞു, അയ്യോ വേണ്ട വേണ്ട വേണ്ട. അപ്പോൾ ചില ആൾ പറഞ്ഞു, കർത്താവ് പാവികൾക്ക് വേണ്ടി അല്ലേ വന്നേ, വരട്ടെ, അവരോട് വന്നിരിക്കട്ടെ. അവരവിടെ വന്നിരുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോണ്ട് കൊട്ടാരക്കര അല്ലെങ്കിൽ നമ്മുടെ സെക്ഷൻ്റെ അല്ലെങ്കിൽ സെൻറ്ററിൻ്റെ ക്യാമ്പ് വരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇതിലൊരാൾ നന്നായിട്ട് ഗിറ്റാർ വായിക്കും, നമുക്കൊന്ന് കൊണ്ടുപോയേക്കാം, പ്രൈസ് മേടിക്കണമല്ലോ, അതല്ലേ പ്രധാനം. അവിടെ ചെന്നു, പ്രൈസും കിട്ടി, അന്തസ്സായിട്ട് ബിഹേവ് ചെയ്തു. ഘട്ടമായിട്ട് അവനായി മാറിയ അവളോ അവളായി മാറിയ അവനോ ഇവിടെ വർഷിപ്പ് ലീഡറാവും. ഇതെങ്ങനെ വന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ചെന്നറിയണ്ടേ, പറയാം. എതിർ ക്രിസ്തുവിൻ്റെ ഒരു രീതിശാസ്ത്രം, അവൻ നമ്മുടെ ഇടയിൽ വന്ന് പ്രവർത്തിക്കാൻ ഇടപെടുന്ന ഒരു ശൈലി.
കാരണം ഇത് ക്രിസ്തുക്കളുണ്ട് കേട്ടോ. ഒരു ശൈലി പറയാം, ദാനിയേൽ പറയാ, അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. ഡിഫൻസ്, സംരക്ഷണം. കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കുന്ന ഡിഫൻസ്, അതിന് പണം മുടക്കുമെന്ന് അന്നത്തെ ഏകാധിപതി. അടുത്ത കേട്ടോ, അവൻ സ്ത്രീകളുടെ ഇഷ്ടദേവനെ കൂട്ടാക്കുകയില്ല. സ്ത്രീകളുടെ ഇഷ്ടദേവനെന്ന് അപ്പോളോയോ അങ്ങനെയൊക്കെയുള്ള ഗോഡസസ് ഉണ്ടല്ലോ, ഡേറ്റി. ഇതിൻ്റെ ഹിഡൻ മീനിങ് എന്താണെന്നറിയണ്ടേ? ഹി വിൽ ബി എഗെയിൻസ്റ്റ് നാച്ചുറൽ ഫാമിലി ലൈഫ്. നാച്ചുറൽ ഫാമിലി ലൈഫ് അല്ല പ്രധാനം, ഇതാണ് നാച്ചുറൽ എന്ന് സ്ഥാപിക്കത്തക്ക വിധം ഇതിനെ സപ്പോർട്ട് ചെയ്യും. അർത്ഥം പിടികിട്ടിയോ? ഇതിങ്ങോട്ട് വ്യാപരിക്കുമ്പോൾ വചനം പറയുക, നോഹയുടെ കാലം പോലെ ആകും, ലോത്തിൻ്റെ കാലം പോലെ ആകും. ഇതൊക്കെ കുഞ്ഞുങ്ങൾ ഇന്നേ ചോദിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഈ പുസ്തകം കാലങ്ങൾക്കപ്പുറത്ത് ഈ കാലത്തെ കൂടി വ്യാഖ്യാനിച്ചു.